ഞാൻ കഴിഞ്ഞ ആ ടെസ്റ്റ് വേണ്ടി പറഞ്ഞ പ്രകാരം ഒരു സാമുദായിക കൂട്ടായ്മയിൽ പെട്ടതായ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ബോംബെയിലായിരുന്നു ജനനം. 6ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഇങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ അനുഭവം, ദൈവികമായ അനുഭവം ഒന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകും, തിരിച്ചു വരും എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞായിട്ട് അതിൽ കൂടുതലായിട്ട് ഒരു കർത്താവ് എന്താണ്, ആ ദൈവസ്നേഹം എന്താണ്, ദൈവ സാന്നിധ്യം എന്താണ്, അതൊന്നും അറിഞ്ഞിരുന്നില്ല. ജസ്റ്റ് പള്ളിയിൽ പോകുന്നു, വരുന്നു. ഹിന്ദുസ് അമ്പലങ്ങളിൽ പോകുന്നു, മറ്റു അവരുടേതായ മുസ്ലിംസ് അവരുടെ മോസ്കിൽ പോകുന്നു, നമ്മുടെ ക്രിസ്ത്യൻസ് നമ്മുടെ പള്ളിയിൽ പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതലായിട്ട് ഈ വചനം അല്ലെങ്കിൽ ഈ സത്യവേദ പുസ്തകം, ഈ ലോകത്തിൽ അനേക പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും യഥാർത്ഥമായി ഞാൻ നോക്കിയപ്പോൾ, ചിന്തിച്ചപ്പോൾ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ സംസാരിക്കുന്ന പുസ്തകം. അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം മാത്രമേ ഒരു മനുഷ്യനോട് തിരികെ സംസാരിക്കുന്നുള്ളൂ. അതെന്റെ അനുഭവമാണ്. ആ അനുഭവം 50 വർഷം വരെ എനിക്ക് അത് ലഭിച്ചിരുന്നില്ല. കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. എന്നാൽ അകത്ത് പോയ ശേഷം, ഞാൻ ജയിലിൽ പോയ ശേഷമാണ് ആ ഒരു യഥാർത്ഥമായ സാന്നിധ്യം, യഥാർത്ഥമായ സാമീപ്യം, ദൈവസന്നിധിയുടേതായ ആ വിശിഷ്ടത, വിശേഷത, അതിൻ്റെതായ മാഹാത്മ്യം, അതിന്റെ രുചി. ഇപ്പോൾ കർത്താവിന്റെ ദാസന്റെ ഒരു മെസ്സേജ് ഞാനിപ്പോൾ കേട്ടു ഇവിടെ. പുതുമയല്ല, എന്നാൽ ഹൃദയത്തിൻ്റെതായ പുതുക്കം, അതാണ് യഥാർത്ഥമായും അത്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് രക്ഷിക്കപ്പെടൽ, എല്ലാവരും രക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ, പാപത്തെ കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ബോധം, ആ ഒരു ബോധം യഥാർത്ഥമായ ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ലഭിച്ചത് ഉള്ളിൽ കിടന്നപ്പോഴാണ്. അതിന് കാരണമുണ്ട്. അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്, ഞാൻ മാത്രമല്ല. യാതൊരു പ്രത്യാശയും ഇനി മുമ്പോട്ടില്ല, യാതൊരു ഹോപ്പുമില്ല. നമ്മൾ എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ വായിക്കുന്ന പ്രകാരം വെറും അസ്ഥികളല്ല, ഉണങ്ങിയ അസ്ഥികൾ. ഇനി ജീവിക്കാൻ യാതൊരു മാർഗവും ഒരു മനുഷ്യരെ കൊണ്ട് സാധിക്കുകയില്ല. മാതാപിതാക്കളെ കൊണ്ടോ, സഹോദരങ്ങളെ കൊണ്ടോ, ഭാര്യയെ കൊണ്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ടോ, ആരെക്കൊണ്ട് സാധിക്കാത്തൊരവസ്ഥയിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അവിടെ സഹായം വരുന്ന ആ വൻകിരി അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ തക്കനൊടിയായി തീർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ യഥാർത്ഥമായ ദൈവിക സാന്നിധ്യം, ആ സന്നിധി ബോധം, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വന്നെങ്കിൽ മാത്രമേ അത് വരണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായും ആ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. സ്തോത്രം. അതായത് കർത്താവ് ചിലരെ ചില പ്രത്യേകമായ ഒരു സ്ലോട്ടിൽ കൊണ്ടിട്ട് ലോക്ക് ചെയ്ത് എല്ലാ വഴികളും അടച്ച ശേഷമാണ് ഞാൻ ആരാണെന്ന് കർത്താവ് വിളിക്കും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ മുമ്പേ അത് നമുക്കറിയാവുന്നതാണ്. സ്തോത്രം. ആദാമിനെയും ഹവ്വയെയും കർത്താവ് ഇവിടെ ആക്കിയത് വാഴുവാനാണ്. എന്നാൽ ആ വാഴുന്നതിന് പകരം വീഴ്ച സംഭവിച്ചു. വീഴ്ചയാണ് ഉണ്ടായത്. വാഴുന്നതിന് പകരം വീഴ്ച. അവർ ഓടി ഒളിക്കുകയാണ്. അവർക്ക് നിൽക്കുവാൻ സാധ്യത, അവരെ ലോക്കായി. അവർ ആ ഒരു പ്രത്യേകമായ സ്ലോട്ടിൽ അവർ ലോക്കായി. അവർ മനസ്സിലായി, പശ്ചാത്താപം ഉണ്ടായി. അവർക്ക് മനസ്സിലായി അവർ തെറ്റിപ്പോയി. എനിക്ക് മനസ്സിലായി ഞാൻ തെറ്റിപ്പോയി. അതുവരെ എന്റെ കണ്ണ് കുരുടായിരുന്ന ഒരവസ്ഥയായിരുന്നു. പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അല്പം കൂടി തെളിച്ചു പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്, പല 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 വിഷയങ്ങളിൽ ഇൻവോൾവ് ആണ്. പക്ഷേ യഥാർത്ഥമായ ആ ദൈവികമായ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു സാധാരണ പെന്തക്കോസ്തുകാരൻ. നമ്മൾ വിചാരിക്കും ആലയത്തിൽ കടന്നു വരുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, എല്ലാവരും എടുക്കപ്പെടുവാൻ തക്കോണം ഉള്ളവരാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുവാറുണ്ട്. നാം പലപ്പോഴും ആ മാസിനെയാണ് നോക്കുന്നത്. ഒരു 100 ചെയർ ഉണ്ട്, 100 നിറഞ്ഞോ, എന്ന് ആരാണ് വരാഞ്ഞത്? അവൻ വന്നില്ല, ആ വ്യക്തി വന്നില്ല, അപ്പൊ പിന്മാറ്റത്തെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായി ഈ കടന്നു വന്നിരിക്കുന്ന, ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, അതായത് വർഷങ്ങളോളം പെന്തക്കോസ്റ്റിൽ ആയ ശേഷം കടന്നു പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സംബന്ധിക്കുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിൽ യഥാർത്ഥമായ ആ രൂപാന്തരം, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ, യഥാർത്ഥമായ ആവശ്യബോധം, സ്വർഗത്തിൽ പോകണം, നിത്യത പ്രാപിക്കണം, പുറമേ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോളാണ്. അതെ, ദൈവസന്നിധിയിലാണ്, കർത്താവിന്റെ കരങ്ങളിലാണെങ്കിൽ തന്നെയും ചീത്തയായി പോയി. ആ ചീത്തയായി പോയ വിഷയം, ആ ഒരു കാഴ്ചപ്പാട് അത് അക്സെപ്റ്റ് ചെയ്യുവാൻ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അകത്ത് ചെന്ന ശേഷം 38 വർഷം, 38 ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ആഴ്ചകളും ശിക്ഷ കൂടിക്കൊണ്ടിരിക്കുക, ആർക്കും സഹായിക്കാൻ കൊണ്ട് കഴിയാത്തൊരവസ്ഥ. ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറയാൻ വന്ന കൂടെ, കാരണം 1 hour ഉള്ളൂ. തന്നെയുമല്ല, പലരും ടെസ്റ്റിമണി ആ സാധ്യതയിൽ കേട്ടതുകൊണ്ടാണ് ആ പശ്ചാത്തലത്തിൽ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് നോക്കിയാൽ കർത്താവ് അനുഗ്രഹിച്ചു, പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വന്നു, ഗൾഫിൽ കടന്നു വന്നു, അതൊക്കെയും കർത്താവ് ഒരുക്കിയ വഴികളാണ്. എന്നാൽ അതൊക്കെയും വിട്ട് ഒരു സുപ്രഭാതത്തിൽ ബിസിനസിന്റെ പുറകെ പണം സമ്പാദിക്കണം, ചില വാശി, ചില വൈരാഗ്യം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു തന്നത്, ചെറുപ്രായത്തിൽ ഞാൻ എനിക്ക് പോളിയോ എന്നുള്ള രോഗത്താൽ ഞാൻ പാരലൈസ്ഡ് ആയി, ആർക്കും സഹായിക്കാൻ കൊണ്ട് കഴിയില്ല. ബോംബെ JJ ഹോസ്പിറ്റലിൽ തള്ളിയെ ആ സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞത്, എന്റെ പേരൻസ് പറഞ്ഞത്, ഇനി യാതൊരു മാർഗവുമില്ല, മെഡിക്കൽ സയൻസിൽ ഇനി ഒരു ഓപ്ഷനും ഇല്ല, വേറെ ഒന്നും ബാക്കി, എല്ലാ മെഡിസിൻസും നോക്കിക്കഴിഞ്ഞു, വേറെ ഇല്ല, അങ്ങനെ മെഡിസിൻ ഇല്ല പോളിയോയ്ക്ക്. സാധാരണ ഒരു കാല് മാത്രമേ പോളിയോ വന്ന് തളരുകയുള്ളൂ. അതിനൊരു പ്രിക്കോഷൻ, അതിന് സൊല്യൂഷൻ ഉണ്ട്, ഗ്രാജുവലി. എന്നാൽ ഇത് 2 കാലം തളർന്നു, അരയ്ക്ക് താഴെ 2 കാലം തളർന്നു. പക്ഷെ എന്നെ കൊണ്ടുപോയത് ഇതിനല്ല. എന്നെ കൊണ്ടുപോയത് കരപ്പൻ, ചിക്കൻ ബോക്സ്, ടോൺസിലൈറ്റിസ് ഇത്യാദി അസുഖങ്ങളാണ് എന്നെ അഡ്മിറ്റ് ചെയ്തെങ്കിലും എന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ലാസ്റ്റ് ഡേ ആണ് എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഹൈ ഫീവറായി, കുഞ്ഞിനെ തളർന്നുപോയി, പിന്നെ ആരോഗ്യമില്ല, ശേഷിയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, സ്തോത്രം, അത് കർത്താവിന്റെ ഒരു മുഖാന്തരം. ഞാൻ ആദ്യമേ പറഞ്ഞിട്ട്, ഒരു സ്ലോട്ടിൽ കൊണ്ടിട്ടാണ് ചിലരെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത്. ബോംബെയിലെ നല്ല ജീവിതം, അവർ 32,000 പേര് കൂടുന്ന കല്യാണമുള്ള വലിയൊരു സാമുദായിക പള്ളിയിലെ മെമ്പേഴ്സ് ആയിരുന്നു എന്റെ പപ്പായും മമ്മിയും. അപ്പൊ അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. സൺഡേ പോകുന്നു, എല്ലാവരും കാണുന്നു, സൊസൈറ്റി ലൈഫ്, വളരെ ആഡംബരമായ ജീവിതം, ഒന്നിനും കുറവില്ല. ആദ്യത്തെ മകനാണ് ഞാൻ. അങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്. മാനുഷികമായിട്ട് നോക്കിയാൽ വളരെ അന്താളിച്ചു പോകുന്ന ഒരവസ്ഥയാ. എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ടുണ്ടായി? മമ്മിയുടെ വീട്ടിൽ നോക്കിയാൽ, കിടങ്ങനൂരാണ് മമ്മിയുടെ വീട്. അവിടെ നോക്കിയാൽ ആദ്യത്തെ കൊച്ചുമകനാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? മമ്മിയുടെ മാരേജിന് ശേഷമാണ്, നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ അവിടെ കിടങ്ങനൂരുള്ള വലിയൊരു സാമുദായിക പള്ളിയിലെ ആയിരങ്ങൾ കൂടുന്ന പള്ളിയിലെ മെയിൻ ഒരു ഫാമിലിയാണ് മായാല തുണ്ടിക്കാട്ടിൽ എന്ന് പറയും, അവിടുത്തെ മെമ്പേഴ്സ് ആണ്. എന്നാൽ ഈ മമ്മിയുടെ മാരേജിന് ശേഷമാണ് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് പ്രത്യേകമായ ദർശനം കണ്ട്, ആരുടെയും പ്രേരണ കൂടാതെ, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ പെന്തക്കോസ്തുകാരെ പറ്റി പറയുന്ന ഒരു സ്ലോഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മീനും തിന്നണം, കണ്ണടച്ചിരിക്കണം, ഫോട്ടോ എടുത്ത് അയക്കണം, ഡോളർ വരുത്തണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതാണ് പെന്തക്കോസ്തുകാരെ പറ്റിയുള്ള ഒരു സ്ലോഗൻ. തന്നെയുമല്ല, ഷെഡ്യൂൾ കാസ്റ്റുകൾ മാത്രം കൂടുന്ന ഒരു ഗ്രൂപ്പാണ് പെന്തക്കോസ്. അങ്ങനെ ഒരു പുറംജാതി, പുറന്തള്ളപ്പെട്ട, ആർക്കും അംഗീകരിക്കുവാൻ പറ്റാത്ത ഒരു മാർഗത്തിലേക്ക് മായാൽ തുണ്ടിക്കാട്ടിലെ ഈ ഒരു ഫാമിലി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുടുംബത്തിന് മൊത്തം, ആ പള്ളിക്ക് മൊത്തം ഒരു ഭയങ്കര എന്തോ ഒരു ദോഷം സംഭവിക്കുന്ന പോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരേ ഒരു കൊച്ചുമോൻ ഇങ്ങനെ പാരലൈസ്ഡ് ആയി. അപ്പൊ നമ്മുടെ നാട്ടിലെ നമുക്കെല്ലാം അറിയാം, ചെറിയൊരു വിഷയം കിട്ടിയാൽ മതി, അതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് എങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യാമോ, എങ്ങനെ എവിടെല്ലാം താഴ്ത്തി കിട്ടാമോ ആ രീതിയിൽ ടോട്ടലി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഈ വിഷയം. എനിവേ, ബോംബെയിൽ നിന്നും മാക്സിമം ട്രീറ്റ്മെന്റ് കിട്ടി, ഒരു രക്ഷയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഡോക്ടേഴ്സ് പറഞ്ഞത്, ഒരു മുറി അറേഞ്ച് ചെയ്യുക, ഹോം നഴ്സ് അറേഞ്ച് ചെയ്യുക, ക്രച്ചസ് അറേഞ്ച് ചെയ്യുക, വീൽ ചെയർ അറേഞ്ച് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. പിന്നെ യു പ്രേ ടു യുവർ ഗോഡ്. അങ്ങനെയാണ് അവർ പറഞ്ഞു വിട്ടത്. അങ്ങനെ വളരെ നിരാശയോടെ വരുന്ന സമയത്താണ് നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരണം. തന്നെയല്ല, ആ സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ ഇളയ സിസ്റ്റർ, ഇന്ന് അവർ വിശ്വാസത്തിലാണ്, വിശാഖപട്ടണത്ത് കർത്താവിന്റെ പേരോടനുബന്ധിച്ചായിരിക്കുന്നു, ജോളി PC ജോണ്, പാസ്റ്റർ PC ജോണ് കിട്ടി, IPCയിലെ പാസ്റ്ററാണ്. അവർ ഹൈദരാബാദിലായിരുന്നു ശുശ്രൂഷ. അപ്പൊ അതെല്ലാം വിട്ടിട്ട് വിശാഖപട്ടണത്ത് കുടുംബമായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അവിടെ തന്നെ ആയിരിക്കുന്നത്. അവിടെ ഒരു ലോക്കൽ ചർച്ചൊക്കെ ഫോം ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്നത്.
അപ്പൊ എന്റെ സിസ്റ്ററിന്റെ ഡെലിവറി ആകുമ്പോൾ നാട്ടിൽ ഇരിക്കുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്. അപ്പൊ വേഗത്തിൽ വരാൻ കൊണ്ട് അങ്ങനെ പറഞ്ഞു. അവിടെ ചെന്നു. നാട്ടിലെ കുറെ മരുന്നുകൾ ട്രൈ ചെയ്തു. പിന്നെ ഹോമിയോപ്പതി, നാട്ടുമരുന്ന്, അങ്ങനെ എല്ലാം ട്രൈ ചെയ്തു. അവസാനം ഒരു വൈദ്യൻ ചില മരുന്നുകളൊക്കെ കുറിച്ചു കൊടുത്തു. ആ കുറിച്ചു കൊടുത്ത മരുന്ന് ആ ഭരണി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിലൊരു ചെലന്തി കിടക്കുന്നു. എല്ലാവരും അപ്സെറ്റ് ആയി. വീണ്ടും വീണ്ടും ആദ്യം മുതൽ വീണ്ടും അറേഞ്ച് ചെയ്തു. നോക്കിയപ്പോൾ അതിനകത്തെല്ലാം വിഷമുള്ള ഇലകളാണ് ചേർന്നിരിക്കുന്നത്. മൂന്നാമത് ആ വൈദ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് എന്ന് പറഞ്ഞ് പോയ ആ വൈദ്യൻ പിന്നെ വന്നിട്ടേ ഇല്ല. ആ സമയത്താണ് കിടങ്ങന്നൂരിലുള്ള IPC ഹാളില്, എരുമക്കാട് IPC, അവിടെയാണ് അപ്പച്ചനും അമ്മച്ചും പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ ഒരു 40 days ഫാസ്റ്റിങ്ങിന്റെ സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ മമ്മിയെ ഒത്തിരി നിർബന്ധിച്ചു, പക്ഷെ പോയില്ല. കാരണം ഈ സാമുദായിക സഭ ഈ ഒരു ആർഭാടകരമായ ജീവിതമൊന്നും വിട്ട് ഇങ്ങനെ പാവപ്പെട്ടവരുടെ ഇങ്ങനെ സ്കിന്നൊക്കെ ബ്ലാക്ക് ആയിരിക്കുന്നവരുടെ കൂടെ പോയി ആരാധിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഒത്തിരി ഒത്തിരി വിഷമങ്ങളുണ്ട്. എന്നാൽ സൗഖ്യം വേണമെന്നുമുണ്ട്. എന്നാൽ എന്തിനു പറയുന്നു, ചില കുറെ ദിവസങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ കൺവിൻസ് ചെയ്ത് ലാസ്റ്റിൽ പറഞ്ഞു, 1 രൂപ പോലും മുടക്കേണ്ട, ഇത്ര ലക്ഷങ്ങൾ മുടക്കി ഒന്നും മുടക്കേണ്ട, അവിടെ അങ്ങനെ ഫീസ് ഒന്നുമില്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ എന്തായാലും ആലയത്തിൽ പോകാൻ ഇടയായി തീർന്നു. അനേക കർത്താവിന്റെ ദാസദാസന്മാർ അവിടെ വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രവചനം, വെളിപ്പാട്, ദർശനങ്ങളൊക്കെ ഉള്ള അനേകർ അവിടെ വന്നിരുന്നു. അപ്പോൾ അവര് പലരും പല പല ആലോചനകൾ പറഞ്ഞിരുന്നു. സ്തോത്രം. എന്റെ പേരൻസ് എന്നെ ഒരു എഞ്ചിനീയർ ആക്കാനുള്ള പ്ലാൻ, അതെല്ലാം അവിടെ വെളിപ്പെട്ടു. അതിനൊന്നും സമ്മതിക്കുക, അതൊന്നും അല്ല, ഇത് ആദ്യജാതനാണ്, യഹോവയ്ക്കുള്ളതാണ്, നേരണം, സമർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അതിന്റെ ഒന്നും അർത്ഥം ശരിക്കും മനസ്സിലായില്ല എങ്കിലും അവസാനം പറഞ്ഞത് സൗഖ്യമുണ്ട്. അപ്പൊ അതിൽ ക്ലിങ് ഓൺ ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്നെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഈ 40 days ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതിന് മുന്നമേ ഞാൻ പരിപൂർണമായി സൗഖ്യമായി എഴുന്നേറ്റ് നടക്കുവാന്നൊക്കെ ഇടയായി തീർന്നു. അത് വലിയൊരു സംഭവമായി കുടുംബത്തും ദേശത്തും പല ഉയർത്തി നടക്കുവാൻ തക്കോണം ഇടയായി എന്റെ ഗ്രാൻഡ് പേരൻസിന്. അതൊരു വലിയൊരു വിഷയമായി എന്റെ മമ്മിയുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിരുന്നു. എന്നാൽ തിരിച്ചു ബാക്ക് ടു ബോംബെ, അവിടെ ഇതൊന്നുമില്ല. അവിടെ വേറൊരു അന്തരീക്ഷമാണ്, വേറൊരു സൊസൈറ്റിയാണ്, വേറൊരു ലൈഫ് സ്റ്റൈലാണ്. ഇതൊക്കെ മറന്നുപോയി. അങ്ങനെ ഇരിക്കലെയാണ് എന്റെ പിതാവിന് അബുദാബിക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ അബുദാബിയിലേക്ക് പോയി. ആ സമയത്താണ് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് എങ്ങനെയാണോ ആ ദർശനം കിട്ടിയത്, അതേപോലെ എന്റെ മമ്മിക്ക് ഒരു ദർശനം കിട്ടി. മമ്മി ബോംബെ റെയിൽവേയിൽ വർക്ക് ചെയ്യായിരുന്നു, വീട്ടില്. ആലീസ് എന്നാണ് പേര്. അപ്പൊ ആ സമയത്ത് ഒരു ബ്രിഡ്ജ് കടന്നു വേണം മമ്മിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ ഒരു രാത്രി ഒരു ദിവസം വെളുപ്പിനെ മമ്മി കണ്ട ദർശനം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ് സാരി. ഒരു മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബാഗിന് പകരം ബൈബിളാണ്. അതും സൺഡേ മാത്രം എടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് സാരി ഉടുത്ത് ഈ ബൈബിൾ പഠിച്ച് മമ്മി ഇങ്ങനെ പോവുകയാണ്. ആ ബ്രിഡ്ജിലേക്ക് പോകുന്നതിന് പകരം ബ്രിഡ്ജ് താഴോട്ട് മമ്മി നടന്നു പോകുന്നു. അവിടെ കുറെ പാസ്റ്റർമാരും വൈറ്റ് ആൻഡ് വൈറ്റ് കൊടുത്ത് അനേകർ നിൽക്കുന്നു. മമ്മി അവിടെ ചെല്ലുന്നു, മമ്മി സ്നാനപ്പെടുന്നു, കടന്നു വരുന്നു. തന്നെയുമല്ല, വേറെ ദർശനം കണ്ടു. ഭയങ്കര ഒരു നാരോ ലെയിനിൽ കൂടെ മമ്മി ഇങ്ങനെ പോകണം. ഭയങ്കരമായിട്ട് ആരൊക്കെയോ ഉപദ്രവിക്കാനും, ഇത് കഴിഞ്ഞ് സ്നാനപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആരൊക്കെയോ ഉപദ്രവിക്കുവാനും വരുന്നു, നശിപ്പിക്കുവാനും വരുന്നു, കൊല്ലുവാനും വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മമ്മി കണ്ടു. അപ്പൊ മമ്മിക്ക് മനസ്സിലായി ഇത് സ്നാനപ്പെടാതിരിക്കാൻ വേണ്ടി എന്റെ മമ്മി കാണിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അത് വളരെ ആശ്വാസമായി. എന്നിട്ട് അന്ന് വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ബ്രദേഴ്സിനോടും സിസ്റ്ററിനോടും ഒക്കെ പറഞ്ഞപ്പോൾ, മമ്മിയുടെ സിസ്റ്ററാണ് ഷലോമി ചാണ്ടി എന്ന് പറയും, സ്റ്റേറ്റ്സിലുണ്ട്, ഫിലഡൽഫിയയിലാണ്. അന്ന് അവരൊക്കെ വളരെ തീക്ഷ്ണോടെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവര് പറഞ്ഞു, ഇത് ദൈവിക ദർശനമാണ്, സ്നാനപ്പെടാതിരിക്കുവാനല്ല, സ്നാനപ്പെടുവാനും കർത്താവ് നൽകുന്ന ഒരു 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 പോയിന്റ് ആണ്. അത് അനുസരിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞെങ്കിൽ മമ്മി അത് കൂട്ടാക്കിയില്ല. എന്നിട്ട് മമ്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതായ ബോംബെ വീട്ടില് റെയിൽവേ വർക്ക് ചെയ്ത് ഒരു സിസ്റ്റർ ഉണ്ട്. മമ്മി സംസാരിക്കാറേ ഇല്ല, കാരണം അവർക്ക് ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഈ പെന്തക്കോസ്റ്റ് ആണെന്നതുകൊണ്ടും മമ്മി അവരോട് സംസാരിക്കാറേ ഇല്ല. പക്ഷെ എന്തോ അന്ന് അമ്മയ്ക്ക് അങ്ങനെ തോന്നി ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ആലീസ, ഇത് ദൈവിക ദർശനമാണ്, ഇത് കർത്താവ് ഇങ്ങനെയാണ് ഇടപെടുന്നത്, നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാണ്, ബൈബിൾ വായിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉത്സാഹിപ്പിച്ചു. അങ്ങനെ 2-3 ദിവസം ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അടുത്ത ദിവസം പുള്ളിക്കാരി പറഞ്ഞു,
ആലിസ ഇങ്ങനെ ഞങ്ങൾ ചർച്ചിൽ ബോംബെ പ്രത്യേകിച്ച് മമ്മിയുടെ സിബ്ലിങ്സ് ഒക്കെ പറഞ്ഞിരുന്നു, പപ്പ വളരെ കോപിഷ്ഠനാണ്, വളരെ ഏറ്റവും ഭയങ്കര വാശിയും വൈരാഗ്യവും ദേഷ്യവും കോപമുള്ള മനുഷ്യനാണ്. അപ്പം എന്റെ മമ്മിയുടെ സിബ്ലിങ്സ് പറഞ്ഞു ഞങ്ങൾ ഇതിന് കൂട്ടു നിൽക്കില്ല സ്നാനപ്പെടാനായിട്ട്, പിന്നെ ദൂരെങ്ങാണ് പോയി സ്നാനപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് അമ്പർനാഥുള്ള IPC ചർച്ചിൽ പോയി മമ്മി സ്നാനപ്പെട്ടു. ആ ഫാസ്റ്റിംഗിൽ ഇരുന്നു, ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ സ്നാനപ്പെടുന്നൊക്കെ റെഡിയായിത്തീർന്നു. ആ ഒരു വിഷയം കാട്ടുതീ പോലെ അവിടെ ബോംബെയിലെല്ലാം അറിഞ്ഞു, പപ്പായി അറിഞ്ഞു. ഭയങ്കര ദേഷ്യത്തോടെ ജോലിയൊക്കെ വിട്ട് ഞാൻ വരികയാണ്. എന്റെ കുടുംബത്തിന്റെ പപ്പായുടെ വീട് മാവേലിക്കരയാണ്, വെട്ടിയാറാണ്. കളീക്കൽ മെക്കയിൽ നിന്നാണ് വീട്ടുപേര്. അവിടെ ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് മർത്തോമായി ഇവാഞ്ചലിക്കൽ പള്ളി, പെന്തക്കോസ്റ്റ് ചർച്ചൊക്കെ അവിടെയുണ്ട്. അവിടെ അതെല്ലാം കുടുംബക്കാരാണ്. പെന്തക്കോസ്റ്റലല്ല, മറ്റിടത്തേക്ക്. ഓക്കെ, അവിടെ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരാള് എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പം സ്നാനപ്പെടുത്തിയ പാസ്റ്ററിനെയും മമ്മിയെയും സിബ്ലിങ്സിനെ എല്ലാം കൊന്നിട്ട് ജയിലിൽ പോകാൻ വേണ്ടി വരുവാന്നുള്ളത് ഒരു ഡിക്ലറേഷൻ അവിടെ മമ്മിക്ക് കിട്ടി. അത് ഭയങ്കരമായിട്ട് അത് എല്ലാവരെയും വളരെ പ്രയാസത്തിലാക്കി. എനിവേ, അറിയാവുന്നവരെല്ലാവരും അന്ന് മുതൽ ഉപവാസം തുടങ്ങി, പ്രാർത്ഥനയായി. എന്തിനു പറയുന്നു, പപ്പയ്ക്ക് ലീവ് കിട്ടിയില്ല. ആ കമ്പനിക്ക് വലിയ പ്രൊജക്ട്സ് ഒക്കെ ലഭിച്ചു, പപ്പയ്ക്ക് അവധി കിട്ടിയില്ല. പിന്നെ അടുത്ത ടെലഗ്രാം വന്നു, പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ പോയി കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ട് മമ്മി അവിടെ ചെന്ന് കുടുംബത്തിലും പള്ളിയിലും പോയി ക്ഷമ ചോദിച്ച് ആഭരണമൊക്കെ ഇട്ട് മിന്നൊക്കെ കെട്ടി മര്യാദയ്ക്ക് അവിടെ ജീവിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അഗെയിൻ ബാക്ക് ടു ദ സെയിം. അങ്ങനെ പറഞ്ഞ ഒരു ടെലഗ്രാം വന്നു. മമ്മി എന്തായാലും വളരെ പ്രാർത്ഥനയോടെ അവധി, 1 വർഷം പോലും അവധി കിട്ടുന്നതല്ല, 5 years ലീവ് എഴുതി കൊടുത്തു. ദൈവത്തിന്റെ വലിയ കൃപയാൽ അത് വലിയൊരു മിറക്കിളായിരുന്നു. മമ്മിയെ പഠിപ്പിക്കുവാൻ വേണ്ടി 2 years ലീവ് കിട്ടി. അത് വലിയൊരു മിറക്കിളായിരുന്നു. അങ്ങനെ 2 years ലീവിന് നാട്ടിൽ വന്നു, കുഞ്ഞുങ്ങളെയൊക്കെ ഹോസ്റ്റലിലാക്കി. പപ്പ പറഞ്ഞ പ്രകാരം പക്ഷെ പപ്പ എല്ലാം അറിയുന്നത് മമ്മി ജോലി വിട്ടു എന്നാണ് അറിഞ്ഞിരുന്നത്. അവധി എടുത്തു എന്ന് അറിഞ്ഞിരുന്നില്ല. സ്തോത്രം. ഞങ്ങളെ അങ്ങനെ തിരുവല്ല ഷാബത്ത്, എന്നെയും എന്റെ സിസ്റ്ററിനെ തിരുവല്ല ഷാബത്ത് മിഷനിലാക്കി. അങ്ങനെ മമ്മി നാട്ടില് വീട്ടില് മാവേലിക്കര വെട്ടിയാറില് കൂട്ടായ്മയൊക്കെ കടന്നു പോകും. ആ സമയത്ത് അവിടെ തൊട്ടടുത്ത് PMG ചർച്ച് ഉണ്ട്. PMG ചർച്ച് വളരെ മമ്മിക്ക് വളരെ വളരെ കൂട്ടായ്മയും പ്രാർത്ഥനയും സഹകരണവും കൊടുത്ത ഒരു ചർച്ചാണ് PMG. അതേപോലെ ഞങ്ങളുടെ റിലേഷനാണ് കല്ലുമല കുഞ്ഞുമോൻ ചാൻ. അങ്ങനെ അവിടെയും ഈ 2 കൂട്ടായ്മയിലും ഇവിടെ പോകാൻ സമ്മതം കിട്ടാത്തപ്പോ ദൂരെ പോയി അവിടെ അങ്ങനെ വളരെ എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 2 വർഷം എടുത്ത് പപ്പ വീണ്ടും നാട്ടിൽ വരുവാനായിട്ട്. ആ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. വളരെ 2 ദിവസത്തോളം ആരും ഉറങ്ങിയിട്ടില്ല. വളരെ ശുഭമായി എന്താ അടുത്ത് സംഭവിക്കുന്ന ആരും അറിയുന്നില്ല, ആർക്കും അറിയാൻ മേല എന്താണ്. അവസാനം ഞാൻ കാണുന്നത് എന്നെയും എന്റെ സിസ്റ്ററിനെയും മമ്മിയും ഇങ്ങനെ വന്നിട്ട്, അപ്പോഴും വൈറ്റ് സാരിയാണ്, ബൈബിളും പിടിച്ച് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ രണ്ടുപേരെയും ചുംബിച്ചിട്ട് അങ്ങ് കടന്നു പോകുന്ന അവസ്ഥ. സത്യം പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ, എന്റെ മനസ്സിൽ അന്നു മുതൽ ഭയങ്കര വൈരാഗ്യമായി മമ്മിയോടും സ്ത്രീകളോടും, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ. കാരണം ഞങ്ങളെ ബോംബെയിൽ ഞങ്ങളുടെ ജീവിതം ടോട്ടലി ഡിഫറെന്റ്. അതൊരു ഒരു ഭയങ്കര ഒരു എൻജോയ്മെന്റ് ലൈഫാണ്. വളരെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്, അങ്കിളുമാരുണ്ട്, ആന്റിമാരുണ്ട്, കസിൻസ് ഉണ്ട്. ഒരു കൂട്ടുകുടുംബം പോലെ വളരെ സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. സ്കൂളിലാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഫ്രണ്ട്സ്. അവിടുന്ന് നാട്ടിൽ വന്ന് ഹോസ്റ്റലാക്കിയപ്പോ മുതലേ ഹോം സിക്കായി, വളരെ അസുഖങ്ങള്, ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കലെയാണ് ഈ ഒരു സംഭവം. ഓക്കെ, ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മാനസികമായിട്ട് അങ്ങ് തകർന്നു. ഒന്ന് ആലോചിക്കണം, 12 വയസ്സേ ഉള്ളൂ, മമ്മിയുമായിട്ട് വളരെ ക്ലോസ് ആണ്, പപ്പ അബുദാബിയിലാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം എന്താ അടുത്ത്? അപ്പൊ ഞാൻ എന്റെ കസിൻസിനോട് ആരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മോനെ ഒന്നും പറയണ്ട, നിന്റെ അമ്മ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി, ഇനി വരില്ല, അവർക്ക് പെന്തക്കോസ്തിൽ പോകണം, നിങ്ങളെ ആരെയും വേണ്ട. ആ ഒരു വാക്ക്, സത്യത്തിൽ ഞങ്ങൾക്ക് മലയാളം ശരിക്കും അറിയില്ല, മലയാളം ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാം, എങ്കിലും സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പൊ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തല കറങ്ങി, താഴെ വീഴുന്ന പോലെ തോന്നി. എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ, എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ. അന്ന് മുതൽ ഭയങ്കര ദേഷ്യവും വാശിയും വൈരാഗ്യവും. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എന്റെ സിസ്റ്റർ അന്ന് കുഞ്ഞാണ്, അത്രയും പ്രായമായിട്ടില്ല, 7-8 വയസ്സേ ആയിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞത്, ജീവിതം ആകെ അങ്ങ് മാറി കലങ്ങി മറിഞ്ഞു.
വേറൊരു ടോട്ടലി ഒരു ഡിസാസ്റ്ററസ് ലൈഫ് പോലായി, ഡിസ്ട്രക്ഷൻ ആയി പോയി. മാനസികമായിട്ട് എന്തൊന്നും ഉൾക്കൊള്ളുവാൻ പറ്റാത്തൊരവസ്ഥ. 2 വർഷത്തിനുള്ളിൽ ബോംബെയിലെ ആ ലൈഫ് കഴിഞ്ഞ് നാട്ടിൽ വന്നു. അങ്ങനത്തെ ഒരു ചേഞ്ചസ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച്. ഇനിയിപ്പോ പപ്പ മാത്രമേ ഉള്ളൂ. പപ്പ ഇനി അവധിക്ക് പോയി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്നും ഒരു മനസ്സിലാകുന്നില്ല. ഇനി പ്രിയമുള്ളവരെ, അങ്ങനെ പോയെങ്കിലും അവരെല്ലാം അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി. അലീസ, ഇനിയിപ്പോ ഒരു മാസമല്ല ഉള്ളോ, പാപ്പച്ചൻ തിരിച്ചങ്ങ് പോകുമല്ലോ, പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഫ്രീഡം ആകാം, തൽക്കാലം ഈ ആഹാരമൊക്കെ എടുത്തിട്ട് പള്ളിയിൽ പോകൂ. അങ്ങനെ പറഞ്ഞു അമ്മയെ കൺവിൻസ് ചെയ്ത് ഒരു 3 ആഴ്ചക്ക് ശേഷമാണെന്ന് തോന്നുന്നു മമ്മി തിരിച്ചു വന്നു. അവരെ തിരിച്ചു വന്ന് ഡ്രോപ്പ് ചെയ്തു, വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം. അങ്ങനെ വീണ്ടും പപ്പായുടെ കൂടെ ആ സൺഡേ പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു ചാൻസ് കിട്ടി. ആ പള്ളിയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. പ്രാർത്ഥിക്കാൻ ചാൻസ് കൊടുത്തപ്പോൾ മമ്മിയെ പറ്റി ഭയങ്കര നല്ലൊരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു സ്ത്രീ, ഒരു വ്യക്തിയാണ്. വളരെ ബോൾഡാണ്. അറിഞ്ഞ സത്യത്തിന് വേണ്ടി എന്ത് വിലയും. ഞാൻ ആ ആസാദി ചാനലിൽ വിട്ടുപോയ ചില കാരണങ്ങൾ. മമ്മിയെ എന്ന് സ്ഥാനപ്പെട്ട അന്ന് മുതൽ മരുന്ന് എടുത്തിട്ടേ ഇല്ല. ഒരു മെഡിസിനും എടുക്കാതെ അവസാനം വരെ അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ 19 വയസ്സാണ് എനിക്കൊരു ബ്രദർ ഉണ്ടായത്. ആ ഡെലിവറി പോലും മാവേലിക്കരയിൽ ഞങ്ങളുടെ എബനേസർ കുടുംബത്തിൽ വീട്ടിൽ തന്നെയായിരുന്നു. ഒരു ഡോക്ടറോ ആരും അത്രയ്ക്ക് വിശ്വാസ ജീവിതം. അതുപോലെ മമ്മി അറിയാവുന്നവർക്ക് അറിയാം. അങ്ങനെ ജീവിക്കുന്ന ജീവിച്ച ഒരു വ്യക്തിയാണ് എന്റെ മമ്മി. അങ്ങനെ മരുന്നൊന്നും എടുക്കാതെ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് കിട്ടി പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ വളരെ ധൈര്യമായിട്ട് മമ്മി ആ ഓപ്പർച്യൂണിറ്റി അങ്ങ് ഉപയോഗിച്ചു. പ്രാർത്ഥന തുടങ്ങി, അത് ആരാധനയായിട്ട് മാറി, അത് അന്യഭാഷയായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, വെളുക്കാൻ തേച്ചത് എന്ന് പറഞ്ഞതുപോലെ, പണ്ടാണെങ്കിൽ പപ്പായിക്ക് മമ്മി സ്റ്റാൻഡപ്പ് പെന്തക്കോസ്റ്റിൽ പോയതിന്റെ ഒരു വിഷമം. അങ്ങനെ നാട് മൊത്തം പറഞ്ഞു, കുടുംബത്തിൽ പ്രശ്നമായി, ആകെ ഡിഗ്നിറ്റി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ആ ഒരു അവസ്ഥയിൽ വലിയൊരു വിജയത്തോട് പള്ളിയിൽ അന്ന് വന്നതാണ്. ഭാര്യയെ കൂട്ടി വന്നത്, ആഭരണം ഇടിയിപ്പിച്ച് വിജയം പൂർണ്ണമായി. അപ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെ വന്നത് കാരണത്താൽ ഭയങ്കരമായിട്ട് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് പപ്പ ആകപ്പെട്ടു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ടോട്ടലി എല്ലാവരും ഫ്രീസ്ഡായി. എങ്ങനെ എതിർക്കാൻ പറ്റും, എങ്ങനെ മുടക്കാൻ പറ്റുമോ അത് പറ്റില്ല. തിരിച്ചു വന്ന അമ്മയെ റൂമിൽ ലോക്ക് ചെയ്യുകയായിരുന്നു. പപ്പ പോകുന്നിടം വരെ എങ്ങും കൊണ്ടുപോകാതെ റൂമിൽ തന്നെ, വീട്ടിൽ തന്നെ ഇട്ടിരിക്കുക എന്നൊരു അവസ്ഥയിലായിരുന്നു. അത് കാരണത്താൽ. ഇനി എന്തിനു പറയുന്നു, കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്തു. 100 ആയിരങ്ങള് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ബലത്താൽ കർത്താവ് എല്ലാം വളരെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. പപ്പ തിരിച്ചു പോയി. എഗെയിൻ മമ്മിക്ക് ആ ഫ്രീഡം കിട്ടി. അടുത്തൊരു 7 വർഷത്തോളം ഏകദേശം അനേക പ്രവാചകന്മാർ വരുന്നവരെല്ലാം ഓരോരോ ആലോചന പലതെല്ലാം എഴുതി അറിയിച്ചുകൊണ്ടിരുന്നു. ആ ആലോചന പ്രകാരം എല്ലാം അതുപോലെ സംഭവിച്ചെന്നുള്ളതാണ്. എല്ലാം അതുപോലെ സംഭവിച്ചു. പക്ഷെ പപ്പ അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. ഏറ്റവും ഒടുക്കമായി വളരെ ദാരുണമായ ഒരു സംഭവമാണ് കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് ദൈവനാമ മഹത്വത്തിനാണെന്നൊക്കെ പറഞ്ഞ് മമ്മിയോട് പറഞ്ഞിരുന്നു. അത് അതുപോലെ എഴുതി അറിയിച്ചു പപ്പായ്ക്ക്. അപ്പൊ അതിന് വളരെ ദേഷ്യപ്പെട്ട് കള്ളപ്പന്തക്കോസുകാര്, പാസ്റ്റർമാര് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മമ്മിയെ വളരെ താഴ്ത്തിക്കെട്ടി സംസാരിച്ച് മമ്മിക്ക് റിപ്ലൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞിട്ട് ചില ആഴ്ചകൾ കഴിഞ്ഞു. സെക്കൻഡ് ഫ്ലോറിൽ പപ്പ താഴെ വീണു. ബാക്ക് ബോൺ അങ്ങ് പോയി. അനങ്ങാൻ പറ്റുന്നില്ല. സ്പൈൻ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാസങ്ങളോളം അപ്പോൾ അബുദാബി ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ടും നടക്കുന്നില്ല. അങ്ങനെ കമ്പനി പപ്പായെ 1 വർഷത്തേക്ക് ലോങ് ലീവിന് നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ ആ ഒരു വരവ് ഭയങ്കരമായ ഒരു ചേഞ്ച് ആയിരുന്നു. വലിയൊരു വ്യത്യാസമായിരുന്നു. ആ സമയത്താണ് അപ്പൊ അവിടെ പപ്പയുടെ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റിലെ BMG ചർച്ചിൽ ഒരു 7 days കൺവെൻഷൻ നടക്കുന്ന സമയമാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാനമച്ചൻ, ശാലിനി നമ്പ്യാർ, PC മാസ്റ്റർ, മേരി കോവൂർ, പോൾ ഗോപാൽ എനിക്ക് ഓർമ്മയില്ല. എനിവേ, എന്തായാലും ആ 7 days കൺവെൻഷൻ വളരെ 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 പപ്പയുടെ ജീവിതത്തിൽ ചേഞ്ച് ഉളവാക്കി. ആ 7 days കഴിഞ്ഞതോടുകൂടി പപ്പ വളരെ അനുസരണത്തോടെ സമർപ്പിച്ചു, എല്ലാവരെയും വിളിപ്പിച്ചു.
ഈ ഒരു സത്യം, ഈ ഒരു സന്തോഷം എനിക്ക് പണ്ടേ നേരത്തെ അറിഞ്ഞിരുന്നില്ലല്ലോ, അറിയാൻ പറ്റിയില്ല, നഷ്ടമാക്കി എന്നിട്ട് മമ്മിയെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു, മമ്മിയെ ഒത്തിരി ഉപദ്രവിച്ചു. അതിനൊക്കെ പശ്ചാത്താപിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞത്, ആലിസിനെ പറ്റി എനിക്ക് വേറെ ഒരു കുറ്റവും പറയാനില്ല, എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന ഈ ഒരു കാര്യം ഒഴിച്ച്, ഈ ഒരു പെന്തക്കോസ്റ്റിൽ പോയി അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ വിഷയത്തിലല്ലാതെ വേറെ ഒരു വിഷയത്തിൽ എനിക്ക് ആലിസിനെ പറ്റി ഒരു കുറ്റവും പറയുവാനില്ല എന്ന് പപ്പ പരസ്യമായിട്ട് പറഞ്ഞ് അങ്ങനെ പശ്ചാത്താപിച്ച് ഈ അനുഭവത്തിലേക്ക് വന്നു. സത്യത്തിൽ പപ്പായുടെ ഈ ഒരു ചേഞ്ച് ആണ് എന്നെ അല്പമായി കുറെ അല്പം ഒന്ന് ചിന്തിപ്പിച്ചു. എങ്ങനെ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പറ്റും പപ്പായ്ക്ക്? എന്തിനു സമ്മതിച്ചു ഈ ഒരു പെന്തക്കോസ്റ്റിൽ പോകുവാൻ? ഇത് നമുക്ക് പറ്റിയ ഒരു മാർഗമല്ലല്ലോ. നല്ല ശ്രേഷ്ഠതയും കുടുംബവും പാരമ്പര്യവും പള്ളിയും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അത് വിട്ട് പോകേണ്ട യാതൊരു കാര്യം. പക്ഷെ പപ്പായുടെ ആ ചേഞ്ച് അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ എന്തോ സംതിങ് ഗ്രേറ്റ് ഇൻ ദിസ് പെന്തക്കോസ്റ്റ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മമ്മിയുടെ ബ്രദർ ബോംബെയിൽ ഉല്ലാസ് റവറൻ ഡോക്ടർ റവറൻ മാത്യു ടി മായാലിൽ അങ്കിള് ഭയങ്കര ഒരു 100 അല്ല 200 മൈൽ സ്പീഡിലാണ് അവിടുത്തെ സഭയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകരെ സഹായിക്കുക, അനേകരെ ചർച്ചിലേക്ക് കൊണ്ടുവരിക, സ്നാനപ്പെടുത്തുക. അപ്പൊ അങ്കിളിന്റെ ആ ഒരു പ്രവർത്തനവും എന്നെ വളരെ ചിന്തിപ്പിച്ചു. എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റാ? ആക്ച്വലി അങ്കിള് 2 കോളേജിലെ പ്രൊഫസറാണ്, 2 ലബോറട്ടറി ഉണ്ട്. അതുകൂടാതെ അവിടെയുള്ളതായ 2 മെയിൻ മെഡിക്കൽ ക്ലിനിക്ക് അവിടുത്തെ ഡോക്ടർ സിന്ധികളാണ്. അവര് ലോങ് ലീവിനൊക്കെ പോകുമ്പോൾ അങ്കിളിനെ ആ ക്ലിനിക്ക് ഏൽപ്പിക്കുന്നത്. സ്തോത്രം. അവരുള്ള സമയത്തേക്കാൾ കൂടുതൽ പേഷ്യൻസും ടേൺ ഓവറും ഇൻകം അങ്കിൾ അവിടെ ഡോക്ടറായിട്ട് ഇരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അവര് ഷോക്ക് ആയിട്ടുണ്ട്. സ്തോത്രം. അവര് വെറും മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ചു. എന്നാൽ അങ്കിള് മരുന്ന് മാത്രമല്ല, കർത്താവിൽ ആശ്രയിച്ച് അവരോടെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ് അനേക രോഗങ്ങൾ സൗഖ്യമാകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഈ പെന്തക്കോസ്റ്റലിന് വേണ്ടി എന്തുകൊണ്ട് പഴയതുപോലെ നിന്നുകൂടാ? അപ്പൊ എന്നെ ഈ 2 പപ്പായുടെ ആ ചേഞ്ച്, അങ്ങളുടെ ഈ അതായത് നമ്മുടെ വചനത്തിൽ വായിക്കുന്നു, കർത്താവ് ഫിലിപ്പോസിനെ ഷണ്ണന്റെ തേരോട് ചേർന്ന് ഓടിക്കുവാൻ നമ്മൾ ആലോചിച്ചു, എത്ര മൈൽ സ്പീഡിലായിരിക്കും പരിശുദ്ധാത്മാവ് ഓടിച്ചത് അല്ലേ? ആ ഒരു ഷണ്ണനെ നേടുവാൻ ഓടിയത് ആ സ്പീഡ്. സ്തോത്രം. അതേ സ്പീഡിലായിരുന്നു അങ്കിളിന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ബോംബെയിൽ. സ്തോത്രം. പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിക്കുവാനും, അപ്പൊ ഞാൻ അതങ്ങ് അക്സെപ്റ്റ്. എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു കർത്താവുമായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നുമില്ല. എന്നാൽ എല്ലാവരും പെന്തക്കോസ്റ്റലായി, ഞാനും പെന്തക്കോസ്റ്റലായി. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവ് നിശ്ചയമായിട്ട് ആർക്കും കടക്കാരെന്നല്ല. പ്രത്യേകിച്ച് മമ്മി അങ്ങനെ ഒരു തീരുമാനത്തിൽ മുമ്പോട്ട് വന്നപ്പോൾ നിശ്ചയമായും കർത്താവ് ധാരാളമായി അനുഗ്രഹിച്ചു, ദേശത്ത് മാനിച്ചു. മമ്മി പറഞ്ഞതുപോലെ വളരെ വ്യഗ്രതയോടെ, വളരെ സ്പീഡോടെ, വളരെ ആത്മാർത്ഥതയോടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും അനേക സ്ഥലങ്ങളിൽ പോയി അനേകർക്ക് വേണ്ടി നേടുവാനായി, അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ അങ്ങനെ ഓടി നടക്കുന്ന അനുഭവം. തന്നെയുമല്ല, ചെറുപ്പത്തിൽ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ 4 മക്കളാണ്. അന്ന് 3 മക്കളാണ് ഉള്ളത്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, എസ്പെഷ്യലി എന്റെ റൂമിൽ രാത്രിയുടെ യാമങ്ങളിൽ മമ്മി ഇങ്ങനെ വന്നിരുന്ന് കാലിൽ ഇങ്ങനെ കൈ കൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഇഷ്ടമായിരുന്നില്ല ആ സമയങ്ങളിലൊന്നും. കണ്ണുനീരോടെ ആ ചൂട് കണ്ണുനീര് എന്റെ കാലിൽ വീണിട്ടുണ്ട്. അന്ന് പ്രിയമുള്ളവരെ, ആ സമയത്ത് അത് വളരെ വിരക്തിയായിരുന്നു, വളരെ പുച്ഛമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഞാൻ അകത്ത് കിടക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്. മാതാവിന്റെ ആ കണ്ണുനീരും ആ പ്രാർത്ഥനയുമാണ് എന്നെ ഇന്നും നിർത്തിയിരിക്കുന്നത്. മാതാവിനെ മാത്രമല്ല, എന്റെ കുടുംബത്തിലുള്ളവർ, എന്റെ സിബ്ലിങ്സിന്റെ, എന്റെ അങ്കിൾമാരുടെ, ആന്റിമാരുടെ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ വെച്ചാണ്. സ്തോത്രം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. അത് കഴിഞ്ഞ് ഗൾഫിൽ വന്നു. 1988 ഗൾഫിൽ വന്നു. ഇവിടെ വന്ന സമയങ്ങളിൽ തന്നെ ദൈവത്തിന്റെ വലിയ കൃപയാൽ വിതിൻ 8 to 9 months ബിസിനസ്സിലേക്ക് തന്നെ ആയിത്തീർന്നു. അങ്ങനെ ബിസിനസ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ വരുന്ന സമയത്ത്
കർത്താവ് നന്നായിട്ട് അനുഗ്രഹിച്ചു, വളരെ ബ്ലസ് ചെയ്തു. എന്റെ വൈഫിന്റെ പേര് ആനി, ആനിയുടെ വീട് പുല്ലൂരാണ്. അവരും ഈ ഒരു ഓർത്തഡോക്സ് ഒരു സാമുദായിക വിശ്വാസത്തിൽ നിന്നും മുമ്പോട്ട് വന്ന ഒരു കുടുംബമാണ്. കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. 3 മക്കളും ദൈവകൃപയാൽ വിശ്വാസത്തിൽ ആത്മീയതയായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ വരുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു. ആക്ച്വലി വിവാഹത്തിന് പോകാനുള്ള താല്പര്യമൊന്നും ആയിരുന്നില്ല. സ്തോത്രം. എസ്പെഷ്യലി എന്റെ നേരെയുള്ള സഹോദരി ജോളി വിവാഹം കഴിച്ചത് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞിരുന്നല്ലോ. പാസ്റ്റർ വിവാഹം കഴിപ്പിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ സിസ്റ്റർ മാരേജിന് പോയത് പോലും ഇല്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതെന്നെ വളരെ ബുദ്ധിമുട്ടിച്ച, എന്തുകൊണ്ടൊരു പാസ്റ്ററെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് ഒരു സ്ലിപ്പറും ഒക്കെ ഇട്ട് ഒരു ബൈബിൾ വായിക്കാണ്ട് എല്ലാ ദിവസവും ആരെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. താഴെ ഇങ്ങനെ പ്രാർത്ഥന നടക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു, മമ്മിയെ കവർ കൊടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. എനിക്കൊരു പുച്ഛം തോന്നി. അങ്ങനെ ഒരു ഫുൾ ടൈം പാസ്റ്ററെ കൊണ്ട് എന്തിനു വിവാഹം കഴിപ്പിച്ചു? എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പ്രിയമുള്ള ദൈവകൃപയാൽ ഞങ്ങൾ 4 പേരിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് PC ജോണിക്കുട്ടിയും ജോളിയും എന്റെ ആ സിസ്റ്ററും കുടുംബവുമാണ്. ദൈവത്തിന്റെ കൃപയാൽ മക്കളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായി ആയിരിക്കുന്നു. ഫുൾ ടൈം പ്രവർത്തനമാണ്. അല്ലെങ്കിൽ ഹൈദരാബാദിലായിരുന്നപ്പോൾ IPC ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരും രണ്ടുപേരും ജോലിയോട് വന്നിച്ച് അവിടെ ആയിരിക്കുന്നെങ്കിലും സന്തോഷത്തിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാല്, ഞാൻ പോകുന്നതിന് പോലെ കർത്താവിനെ കാണിക്കുന്ന ആളാണ്. അവർ നല്ലൊരു സമയവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സ്തോത്രം. അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. സ്തോത്രം. അവരവിടെ ആയിരിക്കുന്നെങ്കിലും കർത്താവിന് വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വാർത്ത. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നത്, അങ്ങനെ ഞാനും കുടുംബമായി ഇപ്പോൾ 3 മക്കളായി. കർത്താവ് പടിപടിയായി ബിസിനസ്സുകളൊക്കെ അനുഗ്രഹിച്ചു വർദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നലുണ്ടായി, നമ്മുടെ പേയ്മെന്റ്സ് ഒക്കെ വളരെ ലേറ്റ് ആണ്, വളരെ പ്രോബ്ലംസ് ആണ്. നമുക്ക് ഒത്തിരി ടൈം ടു ടൈം പേയ്മെന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എസ്പെഷ്യലി എനിക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ബിസിനസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഫാമിലി ടവേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് കിട്ടി. അങ്ങനെ ഫാമിലി ബിൽഡിങ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രോഫിറ്റ് വലുതായിട്ടില്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും വലിയ പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 60 റൂംസ്, 80 റൂംസ്, 40 റൂംസ് ഉള്ള അപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ പിശാജ് എന്നെ അറിഞ്ഞുകൊണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പിശാജ് എന്നെ തകർക്കുവാൻ, കർത്താവ് എന്നെ പറ്റിയുള്ളതായ പ്ലാൻ നടക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു വഴിയായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് എന്നെ ഉപേക്ഷിക്കുവാനോ, ആ സമയത്ത് എന്റെ വൈഫും മക്കളും നാട്ടിലായിരുന്നു, എന്നെ ഗൈഡ് ചെയ്യുവാനോ അല്ലെ അങ്ങനെ ഗൈഡൻസ് ഞാൻ ആരോടും ചോദിക്കാതെ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഞാൻ പോകാൻ തക്കനുടിയായിട്ടുള്ളത്. സ്തോത്രം. പക്ഷെ അത് പിന്നത്തേതിൽ അല്പം കൂടെ മുമ്പോട്ട് പോയപ്പോൾ, ജേക്കബ്, വൈ ഡോണ്ട് യു ഇൻവെസ്റ്റ് ഇൻ ഹോട്ടൽസ്? അതായത് 100 റൂംസ് ഒക്കെ ഉള്ള ഹോട്ടൽ, 100 റൂംസ്, 80 റൂംസ്, 8 to 12 ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് ഉള്ളതായ സ്റ്റാർ ഹോട്ടൽസിലേക്ക് പ്രിയമുള്ളവരെ, ക്രമേണ ബിസിനസിൻ്റെതായ പ്രോഫിറ്റ്, ലാഭം നോക്കി, തന്നെയുമല്ല, പണ്ട് എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ആ പാർട്ട്നേഴ്സ് ഒക്കെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ചെയ്തിട്ട്, എന്നെ ചീറ്റ് ചെയ്തിട്ട്, ഞാൻ മുഖേന അവര് വളരെ 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 ഹൈലി ഫ്ലൈങ് സ്റ്റാറ്റസിലേക്ക് പോയി, എന്നെ ചീറ്റ് ചെയ്തിട്ട്. അപ്പൊ ഞാനും ഓർത്തു, ഓക്കെ, അവരുടെ മുമ്പിൽ ഇനി എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അവരെക്കാളും ഒത്തിരിയോ കഴിവുണ്ട് എനിക്ക്. അങ്ങനെ പ്രിയമുള്ളവർ, എന്തിനു പറയുന്നു, ഞാൻ എന്നെ നോർമൽ ബിസിനസ്, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, റിയൽ എസ്റ്റേറ്റ്, നോർമൽ ബിസിനസ് ഒക്കെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് ഒന്ന് ലോ പ്രൊഫൈൽ ആക്കി ഞാൻ ഈ ടൂറിസം സെക്ടറിലേക്ക് 90% ടൂറിസം സെക്ടറിലേക്ക് പോയി. അങ്ങനെ 22 ടവേഴ്സ്, 2 സ്റ്റാർ ഹോട്ടൽസ്, അങ്ങനെ 350 സ്റ്റാഫ്, ആ ഒരു ലെവലിലേക്ക് ഞാൻ അങ്ങ് നീങ്ങി. അവിടെയും അനുഗ്രഹത്തിന് കുറവില്ല. നല്ല പ്രോഫിറ്റ് ആണ്, നല്ല ബിസിനസ് ആണ്, നല്ല ഇൻകം ആണ്. ഇങ്ങനെ കയറി വരികയാണ്. 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ എടുക്കാൻ പോകുന്ന ആ ലെവലിലേക്ക് ഞാൻ എത്തി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് പോലും വാണ്ടഡ് ആയ, പേര് പറയാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യ മഹാരാജ്യത്തിന് പോലും വാണ്ടഡ് ആയ അങ്ങനെ ഒരു വ്യക്തിയുടെ ലിങ്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക്
ഞാൻ എത്തിപ്പെട്ടു. അല്പം കൂടെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഞാനിന്ന് ഭൂമിയിൽ കാണുമെന്ന് തന്നെ അറിയില്ല. അതെല്ലാം ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എന്റെ ജീവിതം എന്ന് എനിക്ക് ചിന്തിക്കുവാനൊക്കെ കഴിയുന്നില്ല. സ്തോത്രം. എന്തിനു പറയുന്നു പ്രിയമുള്ളവരെ, ബഹ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2009 ഏപ്രിൽ 17 മിഡ് നൈറ്റ് ഇവിടുത്തെ നിയമം മാറി. ഇവിടുത്തെ നിയമം മാറിയിട്ട് ഇങ്ങനെയുള്ള ടൂറിസം ഹോട്ടൽസ്, അപ്പാർട്ട്മെന്റ്സ്, ടവേഴ്സ് എല്ലാം അവർ ക്ലോസ് ഡൗൺ ചെയ്തു. ഒറ്റ ദിവസം വിതിൻ 24 hours അനേകരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരകത്ത് ജയിലിൽ പോകും. കാരണം അങ്ങനെയുള്ള ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. ഞാൻ പോയില്ല. സ്തോത്രം. ഞാൻ പോയില്ല കാരണം എനിക്ക് മറ്റു ബിസിനസ്സുകളുണ്ട്. തന്നെ എനിക്ക് പേയ്മെന്റ്സ് ഒത്തിരി കിട്ടുവാനും എനിക്ക് ഗൾഫുകാരന്റെ കോൺട്രാക്ട്സ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് പോയില്ല. പക്ഷേ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി രേഖയെ മാറ്റി എന്നെ ഫ്രീസ് ചെയ്ത് എന്നെ ആ സ്ലോട്ടിലിട്ട് ലോക്ക് ചെയ്ത് എന്നെ മടക്കി കൊണ്ടുവരുവാൻ തോന്നുന്ന കർത്താവിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഞാൻ പിന്നത്തേത് എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഏപ്രിൽ 17 മിഡ് നൈറ്റ് ഞാൻ സൂയിസൈഡിന് ഞാൻ പ്ലാൻ ചെയ്തു. എന്നെ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. കംപ്ലീറ്റ് ഇൻകം സ്റ്റോപ്പ് ആയി. എല്ലാ ബാങ്ക് അക്കൗണ്ടും ക്ലോസ്ഡ് ആയി. ചെക്സ് ഒക്കെ റിവേഴ്സ് ആയി. ചെക്സ് എല്ലാം റിട്ടേൺ ആയി. ഇൻകം എല്ലാം സ്റ്റോപ്പ് ആയി. ഇനിയിപ്പോ മരണമല്ലാതെ അവരൊന്നും മുമ്പിലില്ലേ. അല്ലെങ്കിൽ അകത്ത് പോയാൽ വർഷങ്ങൾ 40, 50, 100 വർഷം അകത്ത് കിടക്കേണ്ട അവസ്ഥ. അതുപോലെ ചെക്സുകളുണ്ട്. പ്രിയമുള്ളൊരു സ്തോത്രം. ഒരു 6 മാസം ഞാൻ പിടിച്ചു നിന്നു. 6 മാസം എങ്ങനെയൊക്കെയോ ഞാൻ ഹോൾഡ് ഓൺ ചെയ്തു. പക്ഷെ അതുകൊണ്ടാകില്ല. കാരണം വേറൊരു ചെറിയ ഐലൻഡ് ആണ്. ഞാൻ ട്രാപ്പിലായി. 2010 ജാനുവരി 26 ഞാൻ ട്രാപ്പിലായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ കർത്താവ് അങ്ങനെ എന്നെ ആക്കി തീർത്തു. അത് നന്മയ്ക്കായി പിന്നത്തേതിലായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. അങ്ങനെ എന്തിനു പറയുന്നു, 8.5 മാസം ലോക്കപ്പില്, അതിനുശേഷം സെൻട്രൽ ജയില്. പിശാച് ഒരു മനുഷ്യനെ ഒരു പക്ഷെങ്കിൽ എന്നെ അങ്ങനെ പോളിയോ പാരലൈസ്ഡ് ആയി ജീവിതകാലം മൊത്തം. എനിക്ക് ഇപ്പോഴും അറിയാം അനേകരുണ്ട് പോളിയോ വന്ന് ഒരു മുറിക്കുള്ളിലായിരിക്കുന്ന അനേകരെ എനിക്കറിയാം. പലരുടെ മക്കളെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ച് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുപോകുന്നു. സ്തോത്രം. എങ്കിലും പിശാച് എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്. പല പല സ്ഥലങ്ങളിലും എന്നെ ട്രാപ്പിലാക്കുവാൻ, എന്നെ ഇല്ലാതാക്കുവാനൊക്കെയും എന്റെ സ്കൂൾ ലൈഫ്, എന്റെ കോളേജ് ലൈഫ്, അത് കഴിഞ്ഞ കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗ് ലൈഫ് അവിടെയൊക്കെയും വെച്ച് അനേകമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും ഞാൻ തീർന്നു പോകേണ്ടതായിരുന്നു. ചെറുപ്പം മുതലേ എന്റെ നിക്കിന്റെയും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഫാൻഡം എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതേ പേര് കോളേജിൽ വന്നപ്പോ അവിടെ അതേ പേര് എന്നെ കിട്ടി. കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയപ്പോ അവിടെ അതേ പേര്. അങ്ങനത്തെ ഒരു വേറൊരു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബോംബെയിലെ കൾച്ചറിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെ കൾച്ചർ. അത് ബോംബെയിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെതായ ബുദ്ധിമുട്ടും അതിൻ്റെതായ ഒത്തിരി പ്രയാസമുണ്ട്. സ്തോത്രം. ഇനി അതിന്റെ കൂടെ പേരൻസ് കൂടെ ഇങ്ങനെ ഫ്രീഡം ഉള്ള ലൈഫ്, ഇങ്ങനെ ഒരു മമ്മി ഇങ്ങനെ പെന്തക്കോസ്റ്റിൽ പോകുന്നു, പപ്പ ഉപേക്ഷിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെതായ ആ വ്യത മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി അവിടെയൊക്കെയും കർത്താവ് വിടുവിച്ചു. പെട്ടെന്ന് പറയാനൊക്കെ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭ്രാന്ത് പിടിച്ചു. സത്യം പറഞ്ഞാൽ നമ്മളെ ഒക്കെ മലയാളത്തിൽ പറയാറുണ്ട്, ഏത് സ്നേഹവും കല്ലറ വരെ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഏത് സ്നേഹവും കല്ലറ വരെ പോലും ഉണ്ടാകില്ല. എന്റെ അനുഭവമാണ്. ജയിലിൽ പോയെന്നറിഞ്ഞു, അത്രയും ലോങ് സെന്റൻസ് ആയെന്നറിഞ്ഞു. എല്ലാവരും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഞാൻ എന്റെ കുടുംബക്കാരുടെയോ വൈഫിനെയോ സിബ്ലിങ്സിനെയോ ആരെയും ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷെ ഞാൻ ഒരു ഫാക്ട് പറയുകയാണ്. ആർക്കും വരാൻ കൊണ്ട് കഴിയുകയില്ല. പക്ഷെ അത് നന്മയ്ക്കായി കൂടി അതാണ് വചനം പറയുന്നത്. സകലവും നന്മയ്ക്കായി. അങ്ങനെ ഒരു ഏകാന്ത ജീവിതം നമ്മളൊരു 9.5 വർഷം അകത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ അതുപോലെ ഇവിടെ എല്ലാ ദിവസവും 10, 100, 150, 200 കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്ന വ്യക്തിയെ ഒരേ ഒരു റൂമിൽ ലോക്കപ്പിലാക്കി ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആശയം മറ്റ് യാതൊരു പ്രതീക്ഷയുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉണങ്ങിയ അസ്ഥികളുടെ അവസ്ഥയായിരുന്നു അത്. ഉണങ്ങിയ അസ്ഥികളുടെ. എങ്കിലും എന്റെ അനുസരണക്കേട്, എന്റേതായ ധിക്കാരമുള്ള ജീവിതം, എന്റേതായ പിന്മാറ്റം, എന്റെ സ്ലോലി പ്രിയമുള്ളവരെ, ആരും പിന്മാറ്റത്തിൽ പോകാൻ വേണ്ടിയല്ല ഇങ്ങനെ ആകുന്നത്.
അത് ക്രമേണയാണ്, ക്രമേണ. സ്തോത്രം. എന്നാൽ നിശ്ചയമായും കർത്താവിന്റെ ആ സ്നേഹം എന്നെ ഇങ്ങനെ പിൻപറ്റിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അവന് വാക്ക് കൽപ്പിച്ചാൽ, കർത്താവ് ദൂത് നൽകിയാൽ അത് കർത്താവ് അത് സാധിപ്പിക്കും. അല്പം വൈകിയാലും ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സമയത്തല്ല, അത് ദൈവിക സമയത്താണ്. അപ്പൊ ഒരുപക്ഷെ എങ്കിൽ നമ്മൾ ചിന്തിക്കും എങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല, നമ്മൾ നിരാശപ്പെടും, ഭാരപ്പെടും, പ്രയാസപ്പെടുമെങ്കിലും ആ സമയമായപ്പോൾ കർത്താവ് എന്റേതായ പോക്ക് വളരെ നമ്മളിപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ പറയുന്നത് മുടിയൻ പുത്രൻ എന്നാ. പക്ഷേ സകലം നശിപ്പിച്ച ആ ആ വ്യക്തി, ആ പൈതൽ ആ ഫ്രണ്ട്ഷിപ്പിൽ അനേകരുടെ കൂടെ ഇങ്ങനെ അങ്ങ് ഒഴുകി ദൂരവേ പോയി. എന്നാൽ ആ സമയമായപ്പോൾ സുബോധം വന്നു. സ്തോത്രം. അതാണ് ഏറ്റവും വിഷയം. എങ്കിലും ആ സുബോധം വന്ന് മടങ്ങി വന്നപ്പോൾ തനിക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു പിതാവ്, സ്തോത്രം, ഒരുങ്ങി കാത്ത് പ്രതീക്ഷയോട് ദൂരവേ കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവിന്റെ ആ സ്നേഹം, സ്തോത്രം. ആ പിതാവിന്റെ സ്നേഹം എന്നെയും മാടി വിളിച്ചു. സ്തോത്രം. ഞാൻ അകത്ത് അങ്ങനെയായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാന്താശുപത്രിയിലായിരുന്നു 6 മാസം. 6 മാസം ഒരു 3 പ്രാവശ്യമായിട്ട് ഈ 2 മാസം ജയിലിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഞാൻ അകത്തും ഒരു ഫൈറ്റർ കോക്കായിരുന്നു. ഇവിടുത്തെ ജഡ്ജസിനോടും ഓഫീസേഴ്സിനോടും പോലീസ് അധികാരികളോടും ക്യാപ്റ്റന്മാരോടും എല്ലാവരോടും കയർത്ത് ദേഷ്യപ്പെട്ട്, അതല്ലെങ്കിൽ UN വരെ എന്റെ ആപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. ആ സമയത്ത് UN വൈറ്റ് ഹൗസിലേക്ക് ഞാൻ എഴുതി, റെഡ് ക്രോസിന് എഴുതി, റെഡ് ക്രിസന്റിന് എഴുതി, സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് എഴുതി, എവിടെല്ലാം എഴുതാവുന്നാമോ. ബഹറിനുള്ള ഇന്ത്യൻ അംബാസിഡേഴ്സുമായിട്ട് വളരെ മണിക്കൂറുകളോളം ഫോണിൽ ഞാൻ കയർത്ത് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടായി. കാരണം ബഹറിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി, ബിസിനസ് ഫ്രണ്ട്ലി, എക്സ്പാട്രിയേറ്റ് ഫോറിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഇതൊരു ഫ്രണ്ട്ലി ആയ അനുഭവം അല്ല. ഞാനല്ല, എന്റെ ബിസിനസ് മിസ്മാനേജ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ ബാങ്ക്രപ്റ്റ് ആയതല്ല. ഇവിടുത്തെ നിയമങ്ങൾ മാറി ഇങ്ങനെ ആയതാ. നമ്മൾ അനേക ബഹറും വിട്ടു പോയി. ആരെ നിങ്ങൾ പിടിച്ചിട്ടില്ല. ഞാനിവിടെ ബഹറിൽ നിന്നതുകൊണ്ടല്ലേ എന്നെ അറസ്റ്റ് ചെയ്യുന്ന സാധിച്ചത്. ഇനി പ്രിയമുള്ള ഒരു ആദ്യത്തെ 3-3.5 വർഷം ഫൈറ്റ് ചെയ്ത് എന്റെ ആയുസ് എല്ലാം കളഞ്ഞു. 3 പ്രാവശ്യമായിട്ട് ഞാൻ സൈക്കാട്രിക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. സൈക്കാട്രിക് മെഡിസിൻസ് ഇല്ലാതെ ജീവിക്കുവാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടായി. കാരണം ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഫാമിലി കൂടില്ല, മക്കളില്ല, ആരെയും കാണുവാൻ യാതൊരു സാധ്യതയുമില്ല. പല പല അസുഖങ്ങള്. ഇതിനിടയ്ക്ക് ന്യൂമോണിയ വന്ന് ICUയിൽ അഡ്മിറ്റ് ആയി. അവിടെയും മരിക്കേണ്ട അവസ്ഥയായിരുന്നു. സ്തോത്രം. അവിടുന്ന് കർത്താവ് വിടുവിച്ചു. സൈക്കാട്രിക് ഹോസ്പിറ്റലില് അവിടെയുള്ള എല്ലാവരുമായിട്ടും ഫൈറ്റിംഗ് ആയിരുന്നു. സ്തോത്രം. അവിടെയും കർത്താവ് വിടുവിച്ചു. അങ്ങനെ എന്ത് പറയുന്നു പ്രിയമുള്ളവരെ, ഈ സമയത്താണ് ഇവിടെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് എന്ന അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിൽ അത് സ്റ്റാർട്ട് ചെയ്ത ചർച്ചാണ് NEC, നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച്. അത് 100 വർഷം മുമ്പ് അമേരിക്കയിൽ നിന്നും അവർ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അവർക്കൊരു പ്രവർത്തനമുണ്ട്, ജയിൽ ഇവാഞ്ചലിസം. അതായത് കാത്തലിക്സിനും ഉണ്ട്, ഇവർക്കും ഉണ്ട്. കാത്തലിക്സും വരാറുണ്ട്, നല്ല ചാരിറ്റി പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവര് വന്ന് കൂടുതലും ഗോസ്പൽ അറിയിക്കുകയാണ്, സുവിശേഷം അറിയിക്കുക, ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ ഇവർ കൂടുതൽ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, പല പ്രാവശ്യം അവർ അപ്ലൈ ചെയ്ത് നടന്നില്ല. ഒരു പ്രാവശ്യം അവർ വന്നപ്പോൾ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന മൂവി കൊണ്ടുവരുവാനൊക്കെ റെഡി ആയിത്തീർന്നു. അവർ പറഞ്ഞൊന്നും പല പ്രാവശ്യം നോക്കി നടന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം അവർ അപ്രൂവ് ചെയ്തു. ഞാൻ പറയാൻ പോകുന്ന കാര്യം, എന്റെ ജീവിതത്തിൽ അനേകം ശ്രമിച്ചിട്ട് നടക്കാഞ്ഞൊരു കാര്യം. ഞാൻ ഹൃദയംഗമായി പറയും, ഞാൻ ആരെയും പെന്തക്കോസ്തലെ പാസ്റ്റർമാരെ കുറ്റം പറയുവാനോ ഉപദേശിമാരെ താഴ്ത്തി കെട്ടുവാനോ ഒന്നുമല്ല പറയുന്നത്. ഒരു 100 പ്രസംഗത്തെക്കാൾ കൂടുതൽ എന്റെ ജീവിതത്തിൽ എന്നെ ടച്ച് ചെയ്തതായ മൊമെന്റ്സ് ആയിരുന്നു. ഓരോ സെക്കൻഡ്സും ആയിരുന്നു ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. മണിക്കൂറുകൾ 2-2.5 മണിക്കൂർ 3 മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അത് അവരെ ആദ്യം ചില ഡിസ്ക്രിപ്ഷൻ നറേഷൻസ് പറയും, കാണിക്കും, വീണ്ടും നറേഷൻസ് പറയും, കാണിക്കും. അങ്ങനെയായിരുന്നു അത്. ആ ഒരു പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ട ആ കാഴ്ച എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കൊന്നും കൊണ്ട് സാധിക്കില്ല. എസ്പെഷ്യലി കർത്താവിന്റെ ക്രൂശീകരണം. അതും നോർമൽ ഒരു TV-യിൽ ഇട്ട് കണ്ടിട്ട് കാര്യമില്ല. ഒന്നിലും ഹോം തിയേറ്ററിലോ ഒരു 70mm ആ ഒരു സൗണ്ട് എഫക്റ്റിൽ കണ്ടെങ്കിലേ അതിന്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മുടെ എല്ലാ സഭകളിലും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഈ ഒരു പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണിക്കേണ്ടത് മസ്റ്റാണ്. കഴുതയെ കൊണ്ട് കർത്താവ് ദൈവം സംസാരിപ്പിച്ചല്ലേ? ബിലിയാമിനോട് കഴുത എന്ത് അവിടെ പ്രവാചകന്മാർ വരെ ഇല്ലാഞ്ഞിട്ടാണോ? എന്നാൽ കഴുതയ്ക്ക് കൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്, അല്ലേ?
അതിനാവശ്യം അവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ ജീവിതത്തിൽ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഞാൻ വേങ്ങലടിച്ച് കരയുകയായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നത്. ഒന്ന് രണ്ട് ശുശ്രൂഷകര് ആ കൂട്ടത്തിലുണ്ടായിരുന്നവര് ആക്ച്വലി വേറൊരു സാമുദായിക മലയാളം, വേറൊരു സാമുദായിക പള്ളിയിലെ വ്യക്തിയാ വന്നത്. എന്റെ പഴയ ഒരു സ്നേഹിതനാ എന്റെ അടുത്ത് വന്നിരുന്നു. വേറൊരു വ്യക്തി അടുത്ത് വന്നിരുന്നു. എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഞാൻ ഏങ്ങലടിച്ച് കരയുകയാണ്. എനിക്ക് ശ്വാസം എടുക്കുവാനൊക്കെ, ഒന്നാമത് എനിക്ക് ആ ന്യൂമോണിയയുടെ പ്രയാസം കാരണം അങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം, ഏങ്ങലടിച്ച് കരയുകയാണ്. ആ ഒരു സീൻ എന്നെ ജീവിതത്തിൽ വളരെ 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 ചിന്തിപ്പിച്ചു. എന്റെ പാപത്തിന് വേണ്ടി, എന്റെ അനുസരണക്കേടിന് വേണ്ടി, എന്റെ പിന്മാറ്റത്തിന് വേണ്ടി എന്നെ മടക്കി കൊണ്ടുവരുവാൻ കോണമാണല്ലോ കർത്താവ് ഈ അടിയൊക്കെയും ഏറ്റത്. പ്രിയമുള്ളവരെ, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരയുന്ന കൂട്ടത്തിലല്ല. പക്ഷെ ആ സമയത്ത് എന്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്റെ ഹൃദയം എനിക്ക് പിടിച്ചു നിർത്തുവാൻ കൊണ്ട് സാധിക്കുന്നില്ല. ആ ഓരോ ബീറ്റ്സും എന്റെ ഹൃദയത്തിലേക്ക് കൊള്ളുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ തുള്ളി രക്തം പോകുമ്പോൾ അവിടെ ഇറ്റ് വീഴുന്നത് അത് എനിക്ക് വേണ്ടിയാണല്ലോ. എന്റെ അനുസരണക്കേട്, ഞാൻ ചെയ്തതായ, ഞാൻ എന്റെ എല്ലാം എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ബോധം വന്നു. എനിക്ക് ആ ആ മകൻ, ആ പിതാവിന്റെ മകന് പന്നി തിന്നുന്ന അതുപോലെ കിട്ടാതെ വന്നപ്പോൾ സുബോധം വന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അകത്തെ ജീവിതം എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആക്ച്വലി ബിസിനസ്സുകാർക്ക് വേണ്ടി ഒരു പ്രത്യേക ജയിലുണ്ട്. ആ ജയിലിലായിരുന്നു. അതുകൊണ്ട് അതൊരു 1 സ്റ്റാർ ഹോട്ടലിന്റെ പ്രതീതിയാണ്. എല്ലാം ഉണ്ട്. സ്നൂക്കർ, ബിലിയാർഡ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, 3-4-5 TV, അങ്ങനെ എല്ലാ ഓക്കെയാണ്. എങ്കിൽ തന്നെ എന്നെ പോലുള്ള വ്യക്തിക്ക് അവിടെ ഓരോ സെക്കൻഡ്സ് ഞാൻ ശ്വാസം മുട്ടി കഴിയുകയായിരുന്നു. പക്ഷെ ഇത് ഞാൻ പറയാം, കർത്താവ് ആ ഏതൊരു മിഷന് വേണ്ടിയാണോ ദൈവമായ യോനായെ വിളിച്ച് വേർതിരിച്ച് താന് തീരുമാനമെടുത്ത് പോയതാണ്, ഇറങ്ങിത്തിരിച്ചു, പക്ഷെ ഡീവിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ആ മത്സ്യത്തിനുള്ളിൽ 3 രാവും 3 പകലും കഴിയുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ മത്സ്യത്തിന് ആ വഴുവഴുപ്പുള്ളതായ ആ കുടലിനകത്ത് 3 ദിവസം എങ്ങനെ കഴിഞ്ഞു? പ്രിയമുള്ളവരെ, 9.5 വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഞാൻ 9.5 വർഷം അകത്ത് കിടക്കേണ്ട അവസ്ഥ. എങ്കിലും ആദ്യത്തെ 3.5 വർഷമാണ് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തത്. 3.5 വർഷം. ഈ ഒരു മൂവിക്ക് ശേഷം ഞാൻ സറണ്ടർ ചെയ്തു. ഞാൻ യഥാർത്ഥമായും കംപ്ലീറ്റ്ലി സറണ്ടർ ആണ്. ഇനിയിപ്പോ യാതൊരു ഹോപ്പും ഇല്ല, യാതൊരു പ്രതീക്ഷയും ഇല്ല. കാണുവാൻ പോലും ആരും വരാനില്ല. ആദ്യത്തെ ഒരു 3, 4, 5 വർഷം എന്നെ കാണുവാൻ പോലും ആരും വരാറില്ല. കുടുംബത്തിൽപ്പെട്ടവരോ സിബ്ലിങ്സോ മക്കളോ ആരും ഇല്ലാത്ത എല്ലാരും ചോദിക്കും, ജേക്കബ് നിനക്ക് മാത്രം ആരും ഇല്ലേ? എല്ലാരും പുറത്താക്കിയോ? എന്താണ്? എല്ലാവരെയും കാണുവാൻ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു സത്യത്തിൽ, അങ്ങനെ ഒരു പെരുമാറ്റത്തിൽ പോയത് കൊണ്ട്. എനിക്കൊരു മെസ്സേജ് ഉള്ളത് എത്ര മാത്രമേ ഉള്ളൂ, പ്രിയമുള്ളവരെ. നോക്കി ദൂരവേ പോയ ആ മകന് വേണ്ടി നോക്കിയിരുന്ന ആ പിതാവിന്റെ ആ ഹൃദയം നമ്മുടെ പെന്റക്കോസ്റ്റൽ ഇവാഞ്ചലിസ്റ്റിനും പാസ്റ്റേഴ്സിനും അപ്പോസ്റ്റലന്മാർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ആഗ്രഹിച്ചു പോവാം. അല്ലെങ്കിൽ നമ്മുടെ പ്രസംഗം കേട്ടിട്ട് അനുസരിക്കാത്ത ഒരു വ്യക്തിയെ അങ്ങനെ അങ്ങ് പുറന്തള്ളാതെ, അവൻ ഗുണം പിടിക്കില്ല, അവൻ രക്ഷപ്പെടില്ല, അവൻ പോട്ട്, അവനെ ഇനി കൂട്ടണ്ട, അവനെ അങ്ങ് വിട്ട് കളഞ്ഞേര്, അവനെ ഇനി പുറകെ പോയിട്ട് കാര്യമില്ല, നമ്മൾ എഴുതി തള്ളുന്നവരെ പോലും പിതാവായ ദൈവം കർത്താവ് പറഞ്ഞ അനേക ഉപമകളുണ്ടല്ലേ. അതിലൊന്നാണ് നഷ്ടപ്പെട്ടു പോയ ആ മുത്തുകൾ, അല്ലേ? നഷ്ടപ്പെട്ട മുത്തിനു വേണ്ടി ആ മുത്ത് തിരിച്ചെടുക്കുവാൻ വിളക്ക് തെളിച്ച്, അല്ലെ, പോകുന്ന അവസ്ഥ. സ്തോത്രം. അതുപോലെ 90 ആട്, 99 കൂടെ ഉണ്ട്. നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി തിരിക്കുന്ന ആ നല്ല ശമര്യക്കാരൻ, അല്ലെ? ഇറ്റ്സ് നോട്ട് ഹിസ് ജോബ്. ആ നല്ല ശമര്യക്കാരൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ അസൈൻമെന്റ് പുള്ളിയുടെ മേലില്ല. പക്ഷേ ഇതെല്ലാം നമുക്കൊരു ഉദാഹരണം, ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു ഉദാഹരണമാണ്. കാരണം ചെയ്യരുതാത്തത് പോലും അദ്ദേഹം ചെയ്തു. പോയിട്ട് മടങ്ങി വന്നിട്ട് വീണ്ടും അതിനെ കെയർ ചെയ്യുകയാണ്, അന്വേഷിക്കുകയാണ്, പുറകെ പോവുകയാണ്. എന്തുകൊണ്ടറിയാം? ആ ഒരു യഥാർത്ഥമായ ദർശനം ലഭിച്ച ആ വ്യക്തി. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിൽ കർത്താവ് എന്നെ അന്ന് മുതൽ ഈ ഒരു കാഴ്ച കണ്ട ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. എങ്കിലും എനിക്ക് സൈക്കാട്രിക് മെഡിസിൻ എടുക്കാതെ
ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം അല്ലെങ്കിൽ ആ മെഡിസിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ വീണ്ടും എല്ലാം ഓർമ്മ വരും. എല്ലാം പച്ചയ്ക്ക് പച്ചയ്ക്ക് സൊല്യൂഷൻ ഇല്ല, ഇറങ്ങുവാൻ മാർഗമില്ല, യാതൊരു വഴിയുമില്ല. അങ്ങനെ ഈ മെഡിസിൻസ് ഒത്തിരി കഴിച്ച് എനിക്ക് എന്റെ സംസാരശേഷി, അതാണ് ഇടയ്ക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ചെറിയൊരു വിക്ക് പോലും ഉണ്ട്. കാരണം അങ്ങനെ ഒരു വളരെ കാഠിന്യമേറിയ ഒരു സ്ട്രോങ് മെഡിസിൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ആ മെഡിസിൻസ് കിട്ടാതെ വന്നപ്പോ പോലും ആഹ് മറ്റു പലരുടെ മേടിച്ചിട്ട് പെപ്സിക്കകത്ത് ഒഴിച്ച് അങ്ങനെ കഴിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. സമാധാനം എന്ന് പറഞ്ഞാൽ തീരെയില്ല. ഒരു സമാധാനവും ഇല്ല. ഒരു വിധത്തിലും ഒരു മറുപടിയില്ല. ഒരു 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 നമുക്ക് അങ്ങനെ പറയാറില്ലേ, ഒരു എത്ര നോക്കിയിട്ടും ദൂരവേ പോലും ഒരു ഒരു പ്രകാശം കാണാത്തൊരു അവസ്ഥയിലുള്ള ജീവിതമായിരുന്നു. എങ്കിലും പ്രിയമുള്ളവരെ, അതിനുശേഷം ഒരു മാറ്റമുണ്ടായി. യഥാർത്ഥമായ രൂപാന്തരം ഉണ്ടായി. യഥാർത്ഥമായ ഒരു ചേഞ്ച്, യഥാർത്ഥമായ ട്രാൻസ്ഫോർമേഷൻ. ദൈവസ്ഥാനത്ത് സമർപ്പിച്ചു, ഏറ്റുപറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചു. കർത്താവ് ഇനിയൊരു ലൈഫ് തന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിച്ചോളാം നിങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ ഫാസ്റ്റിംഗ് ആരംഭിച്ചു. 3 ദിവസം, ഒരാഴ്ച, 21 ഡേയ്സ്, 39 ഡേയ്സ്, 40 ഡേയ്സ് വരെ പോയിട്ടില്ല. 40 ഡേയ്സിന് മുമ്പ്, ഒരു ദിവസം മുമ്പ് അങ്ങനെ രാത്രി യാമത്തിലൊക്കെ എന്റെ റൈറ്റ് ഷോൾഡറിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് എന്നെ ഉണർത്തും. എന്നെ ഇങ്ങനെ ഉണർത്തി, വേക്കപ്പ് ആൻഡ് പ്രേ, ഗെറ്റപ്പ് ആൻഡ് പ്രേ, ഗെറ്റപ്പ് ആൻഡ്, ഞാന് എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല അങ്ങനെ 9-9.5 മണിക്കൂർ. ഞാന് 10 മണിക്കൂറെങ്കിലും ഒന്ന് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ പല സംഭവം നടന്നിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 9.5 മണിക്കൂർ വരെ ഒറ്റ ഇരിപ്പിനിരുന്ന്, അല്ലെങ്കിൽ ഇടയ്ക്ക് വാഷ്റൂമിൽ പോകുന്നതല്ലാതെ അല്പം ചൂടുവെള്ളം മാത്രം ഇങ്ങനെ സിപ്പ് ചെയ്യും. അതിനോട് മാത്രം എഴുന്നേറ്റ് പോകും. 9.5 മണിക്കൂർ വരെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടി, എന്റെ ശത്രുക്കൾക്ക് വേണ്ടി, എല്ലാ 5 വൻകരമുള്ളതായ എല്ലാ പാസ്റ്റർമാർക്ക് വേണ്ടി, സഭകൾക്ക് വേണ്ടി, എന്ന് വേണ്ട ഇതുവരെ ചെയ്യാതെ പ്രാർത്ഥിക്കാത്ത അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അനേക ദർശനങ്ങൾ കർത്താവ് നൽകി. ആക്ച്വലി ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ കാണുന്ന കാഴ്ച, ഞാനിങ്ങനെ അന്യഭാഷയിൽ ആരാധിക്കുന്നു, ശാസിക്കുന്നു, ആരെയൊക്കെയോ എന്തൊക്കെയോ ഈവിൾ സ്പിരിറ്റ്സിനെയൊക്കെ ഇങ്ങനെ പുറത്താക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുക. അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ കൂടെ ഉള്ളതായ ഞങ്ങൾ 8 പേരാണ് റൂമില്. അവരെല്ലാം എഴുന്നേറ്റിരിക്കുക. അവർ ചോദിക്കും, ജേക്കബ് വാട്ട് ഹാപ്പൻ, ഇതേതാ ഇത്, ആംഗ്ലേയ ഭാഷയാണോ സംസാരിക്കുന്നത്, ഹിന്ദുയിസം പഠിച്ചിട്ടുണ്ടോ, എന്തോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ ഇത് ഞാൻ എന്നെ ദർശനം കണ്ടതല്ലേ, ഞാൻ ശരിക്കും ആരാധിക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് ഒത്തിരി ശക്തി നൽകി. ആ ആ അന്ന് വെളുപ്പിന് എനിക്ക് ലഭിച്ചതായ ആ അന്യഭാഷ അടയാളം, ആ ശക്തി എന്നെ വളരെ ശക്തീകരിച്ചു. സ്തോത്രം. അത് അന്ന് മുതൽ വളരെ ശക്തി ലഭിച്ചു. ഇവിടുത്തെ ലോക്കൽ ആലപ്സിനോട് പോലും ഗോസ്പൽ അറിയിക്കുവാൻ തക്കൊണ്ട് എനിക്കിടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഖുറാനൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഖുറാനിക് വേർഡ്സ് ഒക്കെ കോട്ട് ചെയ്തിട്ട് അത് ബൈബിളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അനേകരോട് പറയുന്നതൊക്കെ ഇടയായിത്തീർന്നു. എനിക്കെതിരെ അവര് 3 കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് കൊടുത്ത പ്രധാനിയായ ആളിനെ ആ പുള്ളി ആ പുള്ളി പോലും പ്രതീക്ഷിക്കാത്ത വേറെ 2-3 കേസിൽ ഐസൊലേഷൻ ജയിലിടേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്നുള്ളത്. കഥാവ് അവിടെ എന്നെ ആദ്യം ഒരു ഫൈറ്റർ കോക്കായിട്ടാണ് ഞാൻ അവിടെ ജീവിച്ചത് എങ്കിലും പിന്നത്തെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഒത്തിരി ചേഞ്ച്ഡ് ആയി. ഞാൻ എപ്പോഴും ബൈബിളുമായിട്ട് നടക്കുന്നത്. ലൈബ്രറിയുടെ ഭാഗത്ത് അവിടെ ഒരു ഏരിയ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എപ്പോഴും വായനയും പ്രാർത്ഥനയും അനേകരോട് സുശേഷം അറിയിക്കുകയും, അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, ഇനി ഒരു ജീവിതം എനിക്ക് നൽകുകയാണെങ്കിൽ, ബഹ്റിൻ നൽകുകയാണെങ്കിൽ ഇവിടെ തന്നെ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാം. പക്ഷെ ഇതിൽ കുറെ കടങ്ങളുണ്ട്. 65 കോടിയോളം നഷ്ടപ്പെട്ടു. ഒത്തിരി കടങ്ങള്. ഇവിടുത്തെ നിയമപ്രകാരം ആദ്യം ഒരു കേസ് ക്രിമിനൽ കേസ്, പിന്നെ സിവിൽ കേസ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ 9.5 വർഷം ആയപ്പോൾ ഒരു സുപ്രഭാതം ഞാൻ പിന്നെ കോർട്ടിൽ എങ്ങും പോകാതായി. 100 അല്ല 200 കൂടുതൽ പ്രാവശ്യം ഞാൻ കോർട്ടില് പ്രോസിക്യൂഷനൊക്കെ പോകേണ്ടതായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ആ യാത്രയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ യാത്രയാണ്. ഹാൻഡ്കഫിലാണ് പോകുന്നത്. സ്തോത്രം. ഇവിടെയൊക്കെയും കർത്താവ് കൃപ നൽകി. പലപ്പോഴും കരയുവാൻ പോലും ശക്തിയില്ലാത്ത അവസ്ഥ ഉണ്ടായി. സ്തോത്രം. എങ്കിലും കർത്താവ് ഒരു രൂപാന്തരം വരുത്തി. 9.5 വർഷമായപ്പോൾ
എനിക്കൊരു ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. ജേക്കബ് ഗെറ്റ് അപ്പ് റെഡി, ക്യാപ്റ്റൻ ഈസ് കോളിംഗ് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു സംസാരിച്ചു. പുള്ളി പറഞ്ഞത്, ജേക്കബ് യുവർ കേസ് ആർ ഓവർ, നൗ 2 ക്വസ്റ്റ്യൻ, യു വാണ്ട് ടു സ്റ്റേ ഇൻ ബഹ്റൈൻ, യു വാണ്ട് ടു ഗോ ബാക്ക് ടു ഇന്ത്യ. സത്യം പറഞ്ഞ പ്രിയമുള്ളവരെ, ഇനി ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല. കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എസ്പെഷ്യലി എന്റെ കേസിൽ ഇങ്ങനെയുള്ള കേസിൽ ബഹ്റിൻ നിർത്തത്തില്ല, ഡിപ്പോർട്ടേഷൻ ആണ്. രണ്ടാമത് ബഹ്റിനെ അത്രത്തോളം ഞാൻ ഡിഫൈം ചെയ്തു എല്ലായിടത്തും. റെഡ് ക്രോസ് എന്നെ കാണാൻ അകത്ത് വന്നു, റെഡ് ക്രിസന്റ് അകത്ത് വന്നു, ഏതെല്ലാം ലോക്കൽ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടോ അവരെല്ലാം എന്നെ അകത്ത് കാണാൻ അകത്ത് വന്നു. എന്റെ റിപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി. സത്യം പറഞ്ഞ പ്രിയമുള്ളവരെ, ആസ് ആൻഡ് ടുഡേ ഇന്നൊരാള് ഇവിടെ ബഹ്റിലെ ചെക്ക് കേസിൽ അകത്ത് പോയില്ല, നിയമം മാറി. പക്ഷെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ പിന്നത്തേതിൽ നമ്മൾ എഴുതി 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 വളരെ ക്ഷമയോടെ എഴുതി ഇപ്പോൾ ആ നിയമം തന്നെ മാറിയിട്ടുണ്ട്. എനിവേ, അതൊക്കെ കഥാവിന്റെ വലിയൊരു വിശ്വസ്തതയാണ്. അപ്പോൾ അങ്ങനെ അവര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഐ നീഡ് ടു സ്റ്റേ ബാക്ക് ഇൻ ബഹ്റൈൻ, കാരണം ഐ ഓൾസോ ഹാവ് ടു കളക്ട് ലോട്ട് ഓഫ് മണി. അങ്ങനെ അവര് ഫോമൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ 9 വർഷം 5 മാസം 12 ദിവസം ഞാൻ വീണ്ടും ബഹ്റിൽ ഇറങ്ങുവാൻ തക്കണം കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ വിശ്വസ്തതയാണ്, പലർക്കുള്ള ആലോചനയാണ്, ദൈവിക കർത്താവിന്റെ ഒരു കർത്താവ് എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ് അവൻ എന്തൊക്കെയോ എന്നെ കൊണ്ട് ഇവിടെ എടുക്കുവാനുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനേക കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത അനേക കാര്യങ്ങൾ കർത്താവ് എന്നെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല, ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു TV, മീഡിയ അല്ലെങ്കിൽ ചാനൽ. വേറെ കാര്യം പറഞ്ഞപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇറങ്ങി വന്ന ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. എനിക്കിവിടെ ആരുമില്ല. ആരോ എവിടെ പോകണം, എവിടെ താമസിക്കണം, ഒന്നും എല്ലാവരും എന്നെ പുറന്തള്ളി. എല്ലാവരും എന്നെ ദൈവനാമത്തോട് മാത്രം പറയുകയാണ്. പേരൻസിന്റെ ഒരു ചാരിറ്റി ബ്ലഡ് എന്റെ ബ്ലഡിൽ ഉള്ളത് കൊണ്ട് പെന്തക്കോസ്ത് വന്നു കഴിഞ്ഞാൽ നൂറല്ല 100-ൽ കർത്താവിന്റെ ദാസിദാസന്മാരെ സ്പോൺസർ ചെയ്ത് ബഹ്റിനിൽ കൊണ്ട് അതൊക്കെ കർത്താവിനെ സഹായിച്ചു. കാരണം എന്റെ ആത്മീയത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, പക്ഷേ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ കെട്ടുപണി, അവരുടെ വീടില്ലാത്തവര്, വീട് ചോരുന്നവര്, അങ്ങനെ എല്ലാവരും സഹായിക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ അനേകരെ ഇറക്കിയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അനേക ഗൾഫ് കൺട്രീസിലേക്ക് പോകാനൊക്കെ കർത്താവ് സഹായിച്ചു എന്നെ കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അകത്തായിരുന്നപ്പോ പോലും ആരുമില്ല, ഇറങ്ങി കഴിഞ്ഞിട്ട് പോലും ആരുമില്ല. അങ്ങനെ അവസ്ഥ. ഞാൻ ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. കർത്താവ് അവിടെയൊക്കെ വഴിയൊരുക്കി അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ മതി. പറയുന്നതിൽ ക്ഷമിക്കണം. നമ്മുടെ പെന്തക്കോസ്തൽ ചർച്ചസ് പലരും അറിഞ്ഞിട്ട് പോലും, പെന്തക്കോസ്ത അനേക വിശ്വാസികൾ അറിഞ്ഞിട്ട് പോലും അവരാരും മൈൻഡ് ചെയ്തില്ല. എനിക്കിത് പറയാൻ താല്പര്യമില്ല, പക്ഷെ ഉള്ള കാര്യം പറയണമല്ലോ. സെപ്പറേറ്റ് നമ്മള് ആരുടെയും ആണെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ഒരു കൊച്ചു ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് എന്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കാൻ തയ്യാറാ. ഇവിടുത്തെ കാത്തലിക് ചർച്ചാണ് എന്നെ ആദ്യം ഇൻവൈറ്റ് ചെയ്തു. അവരെല്ലാം എന്റെ അവസ്ഥ കണ്ടത്. പണ്ട് അവർക്ക് എന്നെ അറിയാം, അകത്തെന്നെ കണ്ടു. ഇറങ്ങിയെന്ന് അറിഞ്ഞു. ആദ്യം ഞാൻ വിളിച്ചു, ഇംഗ്ലീഷ് സർവീസിൽ എന്നെ ടെസ്റ്റിമണി പറയിപ്പിച്ചു, മലയാളത്തിൽ പറയിപ്പിച്ചു. നല്ലൊരു ക്രൗഡ് കൂടി. പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് പെന്തക്കോസ്ത് സഭ. പിന്നെ അവൻ നിർത്തി. പക്ഷെ ആദ്യം വിളിച്ചിട്ട് ഒരു കവറിൽ എനിക്കൊരു നല്ലൊരു ഗിഫ്റ്റ്, ഒരു 250 BD കവറിലിട്ട്, എനിക്ക് മറക്കൊന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അവരുടെ ചാരിറ്റി, അവരുടെ ആ ഒരു മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സ്. ഓക്കെ, അവർ വിശുദ്ധനാണോ അല്ലയോ, അവർ സ്വർഗത്തിൽ ഒന്നും പറഞ്ഞ ഞാൻ ആരുമല്ല, കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എനിക്കും നമ്മുടെ കൂട്ടര്, ഞാൻ കൂടി നിൽക്കുന്നതായ പെന്തക്കോസ്റ്റൽ മെമ്പേഴ്സ്, ബിലീവേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ പാസ്റ്റർമാർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും നല്ലൊരു കാര്യമാണ്. ഞാൻ ക്യാഷ് തന്നുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷെ ടു അക്സെപ്റ്റ് സംബടി അല്ലെ, ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി.
പൗലോസ് പൗലോസ് പറയുന്നത് ഏതു മനുഷ്യനെയും, അവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടില്ല, പിന്മാറ്റക്കാരെന്ന് പറഞ്ഞിട്ടില്ല, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. പൗലോസിന്റെ ഒരേ ഒരു മിഷൻ അത് മാത്രമാണ്. ആ ഒരു മിഷൻ ഏറ്റെടുത്താണ് പൗലോസ് ഇങ്ങനെ പോകുന്നത്. പൗലോസിന്റെ ഹിസ്റ്ററി വളരെ മോശമാണ്. എന്നെപ്പോൾ അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളെ മുടിച്ചുകൊണ്ട്. പക്ഷേ ഞാൻ പാപത്തിൽ പോയി പിന്മാറ്റത്തിൽ പോയി അനുസരണം കിട്ടവനായത് അത് ഫാക്റ്റ് ആണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പബ്ലിക്കായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഇറങ്ങി വന്നിട്ട് ചില കൊച്ചു സഭകൾ, ചെറിയ ചെറിയ 3-4-5 ചർച്ചസ് മാത്രമല്ലാതെ എന്നെ ആരും ഈ സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കല്ലുമല കുഞ്ഞുമച്ചാന്റെ ചർച്ചിലെ പാസ്റ്റർ ടിഒ ജേക്കബ്, സണ്ണിച്ചാൻ എന്ന് പറയും, ചെന്നിത്തലക്കാരനാണ്. സണ്ണിച്ചാൻ, വൈഫ് മിനി, ചെങ്ങന്നൂരാണ് വീട്. ആ പാസ്റ്റർ കുടുംബമായിട്ട് എന്നെ ഹോട്ടലിൽ വന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്ത് അവരുടെ ഭവനത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. അതെനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്തോത്രം. ആ ഒരു കുടുംബം, ആ ഒരു ചെറിയൊരു കുടിവര അവിടെ ഉണ്ടായിരുന്നത്. ആ പ്രിയപ്പെട്ട എന്നെ അങ്ങനെ റിസീവ് ചെയ്യുന്നതുകൊണ്ടായി ആരും. അപ്പൊ ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങൾ ചിന്തിച്ചു, ICPF-ല്, CGPF-ല്, BMCC-ല്, MEPC-ല്, അങ്ങനെ അനേകമായ കോമൺ ഗാദറിങ്സ് എല്ലാം ഞാൻ ഇൻവോൾവ് ആയിരുന്നു. ഒരു വ്യക്തി പോലും എന്നെ ഒന്ന് ബ്രദർ ഇറങ്ങിയല്ലേ, ഇനി പാപം ചെയ്യരുത്, ഇനി തെറ്റ് ചെയ്യരുത്, ഇനി പിന്മാറ്റത്തിൽ പോകരുത് എന്ന് അങ്ങനെ പറഞ്ഞു പോലും എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷെ അതുപോലും എന്നെ കാണുമ്പോൾ പലരും മാറിപ്പോന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഉള്ളിൽ ഒത്തിരി ദുഃഖിച്ചു, ഒത്തിരി ഞാൻ ഭാരപ്പെട്ടു, വിഷമിച്ചു. പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ചിന്തിച്ചു ഞാൻ എന്തിനാ ബഹറിൽ ഇറങ്ങണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസാദി ചാനലിലേക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരുങ്ങിയത്. അത് മാത്രമല്ല, കർണാടക ബേസിലുള്ള വേറൊരു ചാനൽ, അസാരൈ ചാനൽ, വേറെ അവരുടെ സ്റ്റുഡിയോ ഉണ്ട്. അവിടെയും ഞങ്ങൾ ചർച്ചിലെ ജോൺ സംഭാഷണ അവിടെ റെക്കമെൻഡ് ചെയ്തു. ഇവിടെയും ജോൺ സംഭാഷണ പറഞ്ഞിട്ടാണ്. ബാംഗ്ലൂരിലുള്ള റോയ് മാത്യു പാസ്റ്ററാണ് അസാദി ചാനലിലേക്ക് റെഫർ ചെയ്തു. സത്യം പറഞ്ഞാൽ പ്രിയമുള്ള, എനിക്കിതൊന്നും യോഗ്യതയില്ല. യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ ദൈവഹിതം എന്താണോ അത് മാത്രം നടക്കണം, അത് മാത്രം ആഗ്രഹിക്കുന്നു. ആരുമില്ലായിരുന്നെങ്കിലും ഞാൻ മടങ്ങി വന്നു. നിറഞ്ഞപ്പോൾ എല്ലാവരും എന്റെ കുടുംബക്കാരാണ് എല്ലാവരും. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ സിബ്ലിങ്സ് എങ്ങനെ കാണാൻ വന്നു. എന്റെ ബ്രദറിന്റെ പേര് റെക്സ്, ന്യൂസിലൻഡിലെ സെറ്റിലാണ്. അവനും അവിടെയും എനിക്ക് പകരമായി കർത്താവ് എന്റെ കൺമുമ്പിൽ കാണിച്ച് അവിടുത്തെ സഭയിൽ വളരെ ആക്റ്റീവായി ആ ഒരു കുടുംബം അവിടെ പ്രവർത്തിക്കുന്നു. എന്റെ 3 സിബ്ലിങ്സും വളരെ ആക്റ്റീവായി. ഒരു വ്യക്തി പോയില്ലെങ്കിൽ വേറെ 3 വ്യക്തികളെ കർത്താവ് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ഉപയോഗിക്കുവാൻ കർത്താവ് കഴിവുള്ളവനാണ്. എന്നെ പഠിപ്പിച്ചു കർത്താവ്. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. സ്തോത്രം, എന്നെ കൈവിട്ടില്ല. നിശ്ചയമായും ഞാൻ കർത്താവ് ദാസ് പറഞ്ഞതുകൊണ്ട് മാത്രം സമയം ഓവറായി. എങ്കിലും അല്പസമയം എടുക്കുകയാണ്. ജെറമ്യ 2 എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്ക് ഞാൻ വായിക്കുകയാണ്. ജെറമ്യ 2 ഇങ്ങനെ കാണുന്നു: ഞാൻ നിങ്ങളെ ഫലവത്തായ ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം. എന്നാൽ എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരി വള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതൊക്കെ എന്നെ വളരെ എന്റെ ഉള്ളിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ നിൽക്കുന്ന കർത്താവ് വളരെ ഹൃദയംഗമായി എന്നോട് സംസാരിച്ച വാക്യങ്ങളാണ്. 13-ാമത്തെ വീണ്ടും കാണുന്നു: കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന്. നമ്മുടെ ഈ വാക്യം എന്നെ വളരെ എന്റെ ജനമായി, എനിക്ക് കീർത്തിയായി, എനിക്ക് പ്രശംസയായി, എനിക്ക് അലങ്കാരമായി ഞാൻ ആക്കിയിരിക്കലേ, ആക്കേണ്ട എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സായില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതൊക്കെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഭാഗങ്ങളാണ്. ഒത്തിരി വളരെ ചിന്തിപ്പിച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ. സ്തോത്രം.
ഇതൊക്കെയും എന്നെ മടക്കി വരുത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. എസ്പെഷ്യലി പ്രവചന പുസ്തകങ്ങളെ യെശയ്യാ, യെരമ്യാ, എസെക്കിയേലൊക്കെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഭാഗങ്ങളാണ്. കർത്താവ് എന്നെ വ്യക്തമായി വളരെ 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 സ്പഷ്ടമായി സംസാരിച്ച വിലാപങ്ങൾ 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, വിലാപങ്ങൾ 3:1 ഇങ്ങനെ പറയുന്നു: ഞാൻ അവന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. ഇംഗ്ലീഷ് ഇങ്ങനെ വായിക്കുന്നു: I am the one who has seen the afflictions that come from the road of the Lord's anger. He has led me into darkness, shutting out all the lights. He has turned his hand against me again and again, all day long. ഇതൊക്കെ എന്റെ അനുഭവമാണ്. സത്യം പറഞ്ഞ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കേണ്ടവനായിരുന്നില്ല. ദൈവത്തിന്റെ മഹാദയ, കർത്താവിന്റെ മഹാദയാൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കാവുന്ന വാക്ക് തന്ന കർത്താവ്, സ്തോത്രം. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ അല്ല. വാക്ക് പറഞ്ഞ ഒരിക്കലും മാറുകയില്ല. മനുഷ്യൻ മാറിയാലും മാറാത്ത കർത്താവ്, സ്തോത്രം. പ്രിയമുള്ളവരെ, എനിക്ക് ഞാൻ സമയം ഒത്തിരി എടുത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ എന്നെ ക്ഷണിക്കുവാൻ തക്കോണം എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല. എങ്കിലും കാണിച്ച നല്ല മനസ്സ് വളരെ നന്ദി. ഇതൊരു പ്രയർ ലൈനാണ് എനിക്ക് മനസ്സിലായതോട് മാത്രം ഒന്ന് രണ്ട് പ്രയർ റിക്വസ്റ്റ് ചെയ്യാൻ തരുമെന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ഞാനിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ വൈഫ് എനിക്ക് കുഞ്ഞുങ്ങളെ 3 പേരെ വളരെ ഞങ്ങളെ 2 പേരുടെയും സിബ്ലിങ്സിന്റെയും ഞങ്ങൾ 2 പേരുടെയും മംഗൾമാരെ ആന്റിമാരെയൊക്കെ സഹായിക്കാൻ വളരെ അത്ഭുതമായി വളർത്തുന്നൊക്കെ ഇടയായിത്തീരുന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, സീറോ. ഞാൻ ഏകദേശം 30 കോടി മൈനസിലായിരിക്കുകയായിരുന്നു. നല്ല കുറെ പ്രൊജക്ട്സ് കയ്യിലുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഫണ്ടിന് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ 30 കോടിയോളം കടത്തിലാണ് ഇന്നും. എങ്കിലും കർത്താവ് എന്റെ തലമുറകളെ മാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. എന്റെ മൂത്ത മകൻ പലരുടെ സഹായത്താൽ അങ്ങനെ ഒരു ബാങ്ക് ലോൺ കിട്ടുവാന്നൊക്കെ ഇവിടെയായി തീർന്നു. ബിടെക് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് കാനഡയ്ക്ക് വഴി ഒരുക്കി. അതിന്റെ 2 വർഷം സ്റ്റഡീസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 8 മാസം അവിടെ ജോലി ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ടാമത്തെ മകൻ ജോനാഥൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് യാതൊരു അസറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വീണ്ടും ബാങ്ക് ലോണോ, അത് വളരെ അത്ഭുതകരമാണ്. ഒരു കൊളാറ്ററലോ മോർഗേജ് ഒന്നും ഇല്ലാതെ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കാണിച്ചു തന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃപയാൽ അവർ സ്റ്റേറ്റ്സ് അരിസോണയിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വഴി ഒരുക്കി. ഡിസംബറിൽ അങ്ങോട്ട് പോയി. രണ്ട് പൈതങ്ങളെയും കർത്താവ് മാനിച്ചു. ഇളയ മോള് ജമീമ ഇപ്പോൾ BSc സയൻസ് കഴിഞ്ഞു. ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി ശ്രമിച്ചെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അടുത്ത വർഷത്തേക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ക്ഷണിക്കുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്കോ സാധിച്ചില്ല. എനിക്ക് പകരം കർത്താവ് എന്റെ സിബ്ലിങ്സിനെ ഒരുക്കി. എന്റെ സിബ്ലിങ്സിന്റെ എല്ലാ മക്കളോടും എല്ലാവരും തന്നെ വളരെ ബ്ലെസ്സഡ് ആണ്. സ്പിരിച്വലി എല്ലാവരും ശുശ്രൂഷയിലാണ്. ഭാഗികമായിട്ടും അല്ലാതെയായിട്ടായിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നു, വർഷിപ്പ് ലീഡ് ചെയ്യുന്നതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. നിശ്ചയമായ കർത്താവ് എന്റെ കുഞ്ഞുങ്ങളെയും അങ്ങനെ ആക്കും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് ചെയ്യാൻ പറ്റാതെ എന്റെ കുഞ്ഞുങ്ങളെ കൂടി കർത്താവ് ചെയ്യണമേ എന്നൊരു ആഗ്രഹം മാത്രമുണ്ട്. കർത്താവ് നൽകുന്ന എന്റെ ഈ കടമൊക്കെ വീട്ടിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ആകുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, മക്കള് അറിയുന്നവര് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, പണ്ടും അത് പ്രയാസമാണ്, എസ്പെഷ്യലി ഈ ടെക്നോളജി ഒക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ 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 സ്നേഹത്തോടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലയിൽ മാത്രം ഹാൻഡിൽ ചെയ്യുക. അവരെ ഞാൻ മാതാപിതാക്കളാണ്, എന്റെ മക്കളാണ്, അനുസരിക്കണം, അങ്ങനെ ഒരു വളരെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാതെ വളരെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ റിക്വസ്റ്റ് ഉള്ളത്, മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും കാണണം. either മാതാവ് അല്ലെങ്കിൽ പിതാവ്. കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഹോസ്റ്റലിലോ പെയ്ഡ് ഗസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ലോഡ്ജിലോ ആക്കിയിട്ടെങ്കിൽ പോരാതെ either മാതാവ് അല്ലെങ്കിൽ പിതാവ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് എല്ലാ മാതാപിതാക്കളോടും ഉണ്ട്. സ്തോത്രം. ഇത്ര നേരം എന്നോട് കേട്ടതായ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.
ഞാൻ നിമിത്തം പെന്തക്കോസ്റ്റൽ നാമമൊക്കെ ദൂഷിക്കപ്പെട്ടു. അതിനായി ഞാൻ കർത്താവിനോടും ദൈവസഭകളോടും ദൈവദാസ എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. കർത്താവിന്റെ ഇഷ്ടപ്രകാരം വീണ്ടും ജീവിക്കാൻ ഒരു പ്രാവശ്യം കൊണ്ട് വീണ്ടും സമർപ്പിച്ചിവിടെ ആയിരിക്കുന്നു. അവരുടെ ഇഷ്ടം പോലെ എല്ലാം ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണമേ എന്നൊരു പ്രാവശ്യം കൂടെ അപേക്ഷിച്ചതിലൂടെ ഈ വാക്കുകൾ ഞാൻ നിൽക്കുകയാണ്. 15 മിനിറ്റ് ഞാൻ കൂടുതലെടുത്തു. അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അതാ യാതൊരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് അടിയിൽ നൽകിയതായ യോഗ്യതയ്ക്കായ കർത്താവിനെ സ്തുതി. കർത്താവെ, അടിയെ പോലെ ഇതേ അരിപ്പൂത്തിൽ കടന്നു പോകുന്ന അനേക യുവാക്കൾ, അനേക കുഞ്ഞുങ്ങള് അതാ ഈ ലോകത്ത് കഴിയുമ്പോൾ അവരെയൊക്കെ നേടുവാൻ കർത്താവെ അടിയന്റെ അനുഭവം, അടിയന്റെ ഈ അനുഭവം അവരിലേക്ക് ടച്ച് ചെയ്യുവാൻ, അവരിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ കർത്താവെ ഈ ഒരു വാചകൾ, ഈ ഒരു ടെസ്റ്റിമണി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ ഈ പ്രേയറിൽ എന്നുള്ളതായ കർത്താവിന്റെ ദാസന്മാരെയും എല്ലാ ബിലീവേഴ്സിനെയും എല്ലാവരെയും ഓർക്കുന്നു. അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ അവർക്കുണ്ട്. ജീവിക്കുന്ന ദൈവം ഈ ദിവസം അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഗുണമായി ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമായിരിക്കാൻ എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന കർത്താവെ, ഈ പ്രാർത്ഥനാ ലിസ്റ്റിലുള്ള എല്ലാ വിഷയങ്ങളും വേണം നസ്രനായ യേശുവിന്റെ നാമത്തിൽ അധികാരത്തോട് അങ്ങ് നൽകിയ അധികാരത്തോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ വിഷയങ്ങളും മഞ്ഞുമഴയും അയക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആത്മീയമായ, ഭൗതികമായ, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ഓരോ വിഷയങ്ങളുമേ കർത്താവേ ഈ ദിവസങ്ങളിൽ 7-ാം മാസം വിടുതലയോടെ സന്തോഷിക്കുവാൻ ഇടയാക്കണമെന്ന് അപേക്ഷിക്കും. അടിയന്റെ ശബ്ദം കേൾക്കുന്ന അനേകരെ കർത്താവെ രൂപാന്തരപ്പെടുവാൻ, ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നശിച്ചു പോകാതെ കർത്താവെ അങ്ങനെ വരവെടുക്കപ്പെടുവാൻ എല്ലാവരുടെയും ആക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. മറ്റേയാൾ പൂർവ്വമുള്ള എല്ലാ പെന്തക്കോസ്റ്റൽ ചർച്ചസിനെ എല്ലാവരോട് പ്രാർത്ഥിക്കാൻ, എല്ലാ വിശ്വാസത്തോട് പ്രാർത്ഥിക്കണം, യുവതലമുറയോട് പ്രാർത്ഥിക്കുകയാണ്, കോളേജ് സ്റ്റുഡൻസോട് പ്രാർത്ഥിക്കുകയാണ്, സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും മുദ്രയിടുന്ന കർത്താവ് എല്ലാവരും പൂർണ്ണ ആത്മീയരായി അങ്ങനെ വരവെടുക്കപ്പെടുവാൻ സഹായിക്കണം. താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കും യേശുവിന്റെ നാമത്തിൽ.